ആ വന്നല്ലോ. മനു പറഞ്ഞപ്പോൾ കാർത്തു പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആദിയെയും കാശിയെയും കണ്ടവൾ ആദിയെ അടുത്തേക്ക് വിളിച്ച് ചെയർ നീക്കി കൊടുത്തു. ഡാ, ആ ജാസ്മിനെ കണ്ടായിരുന്നു? അവൾ മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവൾക്കൊരു സമാധാനവും ഇല്ലെന്ന് തോന്നുന്നു. അത് പിന്നെ പതിവാണല്ലോ. ആരെങ്കിലും കാണാൻ വന്നാലും അവൾക്കപ്പോൾ ഡൗട്ട് വരും. അല്ലെങ്കിൽ സൈൻ ചെയ്യിക്കണം, കറക്റ്റായി ചോർത്തി കൊടുക്കണമല്ലോ. അതെ, പിന്നെ പറഞ്ഞു വിടാത്തത് ആ തോമസ് ചേട്ടനെ ഓർത്ത് മാത്രമാണ്. അവളുടെ വിചാരം അവളുടെ കഴിവ് കണ്ടിട്ടാണെന്നാ. അല്ല, മോളിരുന്നില്ലേ? ആദി ഇരിക്ക്. മനു കാശിയോട് സംസാരിച്ച് ആദിയെ നോക്കിയപ്പോഴാണ് കാർത്തുവിനടുത്ത് നിൽക്കുന്ന ആദിയെ ശ്രദ്ധിച്ചത്. നിങ്ങളോട് വളരെ ഒഫീഷ്യലായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഓഫീസിലെ ബാക്കിയുള്ളവരിൽ നിന്നൊന്നും നമ്മൾ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. പക്ഷേ ആദ്യം നിങ്ങളോട് സംസാരിച്ചിട്ട് വേണം തീരുമാനിക്കാനും എന്ന് തോന്നി, അതാ വിളിപ്പിച്ചത്. മനു പറഞ്ഞു നിർത്തി കാശിയെ നോക്കി. അതെ, നമ്മൾ 4 പേരും ഒരു ഒഫീഷ്യൽ. പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ ഡോറിൽ നോക്ക് കേട്ടവരെല്ലാം അങ്ങോട്ടേക്ക് നോക്കി. മേയായി. ഡോറ് കുറച്ച് തുറന്നു നിൽക്കുന്ന ജാസ്മിനെ കണ്ട ആദിക്കും കാർത്തുവിനും ചിരിയാണ് വന്നത്. തിരിഞ്ഞു മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ദേഷ്യം പിടിച്ചിരുന്നു. കാശിക്ക് പിന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് മുഖഭാവമാണ്. എന്താ, ഞാൻ വിളിക്കുമ്പോൾ മാത്രം വരാനല്ലേ പറഞ്ഞത്? പിന്നെന്തിനിപ്പോൾ കയറി വന്നത്? മനു ദേഷ്യത്തിൽ തന്നെയാണ് ചോദിച്ചത്. അത് സർ, കാശിനാഥ് സാറിനെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ഫയലാണ്. അർജന്റ് ആയതുകൊണ്ടാണ് വന്നത്. സോറി സർ. മനു ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ പേടിച്ചാണ് ജാസ്മിന് മറുപടി പറഞ്ഞത്. വിടടാ, ജാസ്മിൻ ഫയൽ എവിടെ? ഇങ്ങ് കൊണ്ടുവാ. കാശി മനുവിൻ്റെ കയ്യിലൊന്ന് തട്ടി ജാസ്മിന് നേരെ ഫയലിന് വേണ്ടി നീട്ടി. പെട്ടെന്ന് ഫയൽ കൊടുത്ത് ജാസ്മിൻ തന്നെ നോക്കി പേടിപ്പിക്കുന്ന മനുവിനടുത്ത് നിന്നും കാശിക്കടുത്തേക്ക് നീങ്ങി നിന്നു. ഫയൽ നോക്കിയ കാശിക്ക് ചിരി വന്നു. അതൊന്ന് മറിച്ചു നോക്കിയതിനു ശേഷം മനുവിന് കൊടുത്തു. മനു ഫയൽ മറിച്ചു നോക്കി. കാശിക്ക് ചിരിയാണ് വന്നതെങ്കിലും അതിന് വിപരീതമായി മനുവിന് ദേഷ്യമാണ് വന്നത്. ഇത് ന്യൂ ഓഫീസിൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടിയുള്ള ഫയലല്ലേ? ഇതും കൊണ്ട് എന്ത് അർജന്റ് ആണാവോ ജാസ്മിന് വേണ്ടത്? ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏൽപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഡിസൈഡ് ചെയ്ത് അവരുമായി സംസാരിച്ച് മാത്രമേ ഇത് സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എന്ത് അർജന്റാണ് ജാസ്മിൻ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. മനു പറയുന്നതെല്ലാം കേട്ടുനിന്ന് വിയർക്കുകയായിരുന്നു ജാസ്മിനെ കണ്ട്. കാർത്തുവിന് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞിരുന്ന് ചിരിക്കുന്ന കാർത്തുവിനെ ആദ്യം ഒരു നുള്ളു കൊടുത്താണ് നേരെ ഇരുത്തിയത്. എന്താ മിണ്ടാത്തത്? ഇങ്ങോട്ട് കയറി വരുമ്പോൾ 100 നാവാണല്ലോ. ആരെയെങ്കിലും കുറിച്ച് കുറ്റം പറയുമ്പോഴും നാക്കിൻ്റെ നീളം ഒരുപാടങ്ങ് കൂടുതലാണ്. എന്തെങ്കിലും കാര്യമുള്ളത് ചോദിച്ചാൽ മാത്രം ഒരു മിണ്ടാട്ടവുമില്ല. അതെന്ത് സ്വഭാവാടോ? പറയുന്ന ജോലി കൃത്യമായി ചെയ്യുക, പറയുന്നത് മാത്രം. കേട്ടല്ലോ? മനുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുമ്പോൾ ജാസ്മിൻ്റെ ഉള്ളിൽ ആദിയോടും കാർത്തുവിനോടുമുള്ള പക കൂടുകയായിരുന്നു. എന്തെങ്കിലും ഒഫീഷ്യൽ മാറ്റർ ഡിസ്കസ് ചെയ്യാനാവും ഇങ്ങനെ കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ എംപ്ലോയീസ് ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ജാസ്മിൻ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നതിൻ്റെ കാരണം താൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ജാസ്മിൻ ഞെട്ടി മനുവിനെ നോക്കി. മനു കാശിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പിന്നെ ജാസ്മിനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. വേണ്ടാത്ത മോഹം വല്ലതും മനസ്സിലിട്ടാണ് ഇങ്ങനെ താൻ ചെയ്യുന്നതെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനി അതല്ല ആരുടെയെങ്കിലും തകർച്ച കാണാൻ വേണ്ടിയാണ് പ്രഹസനമെങ്കിൽ തോമസ് ഏട്ടൻ്റെ മോളാണ് മുൻപിലുള്ളതെന്ന് തന്നെ കാര്യം ഞങ്ങളങ്ങ് മറക്കും. പൊയ്ക്കോ. അവിടെ നിന്ന് ഇറങ്ങും മുൻപ് ജാസ്മിൻ ആദിയെ ഒന്ന് നോക്കാൻ മറന്നില്ല. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും താൻ ഇങ്ങനെയൊക്കെ കേൾക്കാൻ കാരണക്കാർ ആദിയും കാർത്തുവുമാണെന്ന് ജാസ്മിൻ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്തേ, പോയതിലും സ്പീഡിൽ തിരിച്ചു വന്നല്ലോ. കാശിനാഥ് സാറോ മനു സാറോ എന്തെങ്കിലും നന്നായി തന്നു കാണുമല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോവല്ലെന്ന്. സീറ്റിൽ വന്നിരുന്നപ്പോഴേക്കും തന്നെ കളിയാക്കി ചിരിക്കുന്ന നിഷയെ നോക്കി ജാസ്മിൻ പല്ല് കടിച്ചു. നീ നോക്കിക്കോ, ആ 2 എണ്ണത്തിനെയും ഞാൻ കാശിനാഥിനെ കൊണ്ട് തന്നെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടുപ്പിക്കും ഞാൻ. ജാസ്മിന പറയുന്നത്. ആദിയുടെയും കാത്തുവിൻ്റെയും ക്യാബിൻ നോക്കി ജാസ്മിൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല മനു. നീ അവൾക്ക് ഇവരോട് ഇതിൻ്റെ പേരിൽ ദേഷ്യം തോന്നും. വെറുതെ ഒരു ശത്രുതയ്ക്ക് വഴിയൊരുക്കി കൊടുത്തത് പോലെയായില്ല ഇപ്പോൾ. നീ എന്താ കണ്ണേ പറയുന്നേ? പിന്നെ അവൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കണമെന്നാണോ? പിന്നെ ആദിയോടും കാത്തുവിനോടും ശത്രുത തോന്നിയാലുള്ള കാര്യം അവൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങോട്ട് തോന്നട്ടെ. ഇതിലും വലിയ കൊലകൊമ്പന്മാരുടെ കയ്യിൽ നിന്ന് പൊതിഞ്ഞു പിടിക്കും. പിന്നെയാണ് ഈ നീർക്കൊലി പെണ്ണിൻ്റെ കാര്യം.
നിനക്കെന്താ കണ്ണ, നീ എന്തിനാ ഇവളുടെ കാര്യത്തിൽ വെപ്രാളപ്പെടുന്നത്? എനിക്കൊരു വെപ്രാളവും പരവേശവുമില്ല. അവളെന്നല്ല, ഒന്നിനെയും പേടിയുമില്ല. ദേ, ഈ ഇരിക്കുന്ന പെണ്ണിനെയും പെങ്ങളെയും സംരക്ഷിക്കാനും ഈ കാശിനാഥന് കഴിയും. പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ നീ പറയുന്നത് പോലെയൊക്കെ പ്രതികരിക്കാൻ നമ്മളൊന്ന് അറയ്ക്കണം. കാരണം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം തോമസ് ഏട്ടൻ. അല്ലാതെ എനിക്ക് അവളോട് അലിവും മണ്ണാകട്ടിയും ഒന്നുമില്ല. അവളുടെ ടാർഗറ്റ് എന്നും ദാ ഇവർ രണ്ടാളുമായിരിക്കും. നീ കേട്ടിട്ടില്ലേ, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന്? അതുപോലെയുള്ളൂ ഇത്. എങ്കിലും അതുപോലെ ഇവരെ വിഷമിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ പ്രതികരിക്കും. അത് പക്ഷേ തോമസ് ഏട്ടന് ഒരു നഷ്ടമായി വന്ന് ഭവിക്കും. പിന്നെ ആ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് മാത്രമല്ല, നിനക്കും. ഡാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലടാ. എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. അത് വിട്, നീ ഇവരെ വിളിച്ച കാര്യം പറ. ആദിയും കാർത്തുവും മനുവിനെ ആകാംക്ഷയോടെ നോക്കി. മനു അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ബാംഗ്ലൂരിലേക്ക് ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോകണം. കൂടെ നിങ്ങൾ 2 ട്രെയിനീസും വരുന്നു. ആദ്യ അമ്പരപ്പോടെ കാർത്തുവിനെ നോക്കി. അവിടെ നിറഞ്ഞ ചിരികളോടെ കണ്ണൊന്നുകൂടെ മിഴിഞ്ഞു. കാശിക്കാദിയുടെ ഈ ഭാവങ്ങളൊക്കെ കണ്ട് ചിരി വരുന്നുണ്ട്. കാർത്തു റെഡിയാണല്ലേ? ആ, മനു ചോദിച്ചതിന് കാർത്തു ചിരിയോടെ തന്നെ തലയാട്ടിയതും ആദ്യം അവളുടെ കയ്യിലൊരു നുള്ളു കൊടുത്തതും ഒരുമിച്ചായിരുന്നു. എന്തുപറ്റി, താല്പര്യമില്ലേ? ഏയ് അതല്ല, അത് വീട്ടിലൊന്ന് സംസാരിക്കണം. കാർത്തു ആദ്യം പേടിയോടെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. കാശി ചിരിയടക്കി ഫോണിലേക്ക് നോക്കി. ഓക്കെ, വീട്ടിൽ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാനും കണ്ണനും കൂടി സംസാരിക്കാം. എന്തായാലും ഈ ട്രിപ്പ് നടക്കണം. നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത്രയും സീരിയസ് ആയി വേണം വീട്ടിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ സർ. കാർത്തു പറഞ്ഞുകൊണ്ട് തന്നെ ആദിയെ നോക്കി കണ്ണും പിടിച്ചു. ആദ്യമൊന്നും പറഞ്ഞില്ലല്ലോ. മനു ആദിക്ക് നേരെ തിരിഞ്ഞു. ഇല്ല സർ, കാർത്തു പറഞ്ഞതുപോലെ വീട്ടിലൊന്ന് സംസാരിക്കണം. ഞങ്ങൾ ഇതുവരെ ഇത്രയും ദൂരമൊന്നും ഒറ്റയ്ക്ക്. അതിന് ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങൾ രണ്ടാളും ഉണ്ടാവുമല്ലോ. നിങ്ങൾ കൂടെ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ്. ഓക്കെ സർ. നാളെ തന്നെ തീരുമാനം പറയണം. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് പുറപ്പെടണം. എത്രയും പെട്ടെന്ന് നമ്മൾ റിട്ടേൺ വരികയും ചെയ്യും. മാക്സിമം 2-3 ഡേയ്സ്. ഓക്കെ സർ. പിന്നെ ഓഫീസിൽ ആരെങ്കിലും ഈ മീറ്റിങ്ങിൻ്റെ കാര്യം തിരക്കിയാൽ കാര്യം പറഞ്ഞോളൂ. പിന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കോളേജിൽ നിന്ന് മെസ്സേജ് കിട്ടിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ. ഓക്കെ, എങ്കിൽ രണ്ടാളും ക്യാബിനിലേക്ക് പോയിക്കോളൂ. ഇറങ്ങും മുൻപേ കാശിയൊന്ന് നോക്കി. ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരിക്കുന്നവനെ കണ്ടതും മുഖം കോട്ടി അവൾ തൻ്റെ ക്യാബിനിലേക്ക് പോയി. അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് സിദ്ധുവും ജിത്തുവും. കൂടെ പിള്ളച്ചേട്ടനുമുണ്ട്. മക്കളെ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മളോ? പിള്ളച്ചേട്ടാ, ഞങ്ങളുടെ കൂടെ വരാൻ എന്തെങ്കിലും തരത്തിൽ പേടിയുണ്ടോ പിള്ളേട്ടന്? ഇല്ല കുഞ്ഞെ, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. അല്ലെങ്കിലും ഈ വയസ്സാൻ കാലത്ത് ഇനി എന്ത് പേടിയാണ് എനിക്കുണ്ടാവേണ്ടത്? മരണത്തെ പേടിയില്ല എനിക്ക്. നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിള്ളച്ചേട്ടൻ ഇനി മരണത്തെ മാത്രമല്ല, ചെറിയൊരു ജലദോഷവും പനിയും വരെ പേടിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. അല്ലേ ജിത്തു? അതെ, ചെറുതായെന്ന് തുമ്മിയാൽ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയെന്ന് വരും. കൂടെയുള്ളവരുടെ സേഫ്റ്റി ഓർത്തെന്ന് മാത്രം. നിങ്ങൾ രണ്ടാളും എന്തൊക്കെയോ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞത്, പിള്ളച്ചേട്ടനിപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. പിന്നെ നമുക്ക് നാളെ കാലത്ത് തന്നെ പുറപ്പെടണം. നമ്മളെ പിക്ക് ചെയ്യാനും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് പോവാനും വണ്ടി വരും. പിന്നെ ഈ വീട് തൽക്കാലം പൂട്ടിയിടാം. പിന്നെ സമയം പോലെ ആരെങ്കിലും നോക്കാനൊക്കെ ഏൽപ്പിക്കാം. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇനി പിള്ളച്ചേട്ടൻ്റെ അത്യാവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചത് കൂടെ ഹാളിലേക്ക് എടുത്ത് വെക്കണം. സിദ്ധു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പെട്ടി ഹാളിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് ഞാൻ എടുത്തോട്ട് വരാടാ. ജിത്തു അകത്തേക്ക് പോയി. സിദ്ധു പിള്ളച്ചേട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് അടുത്ത ലഗേജ് എടുത്തു മാറ്റി. ശരിക്കും സിദ്ധു മോനെ ഇങ്ങനെ സന്തോഷത്തോടെയും പ്രസരിപ്പോടെയും കാണാൻ കഴിയുമെന്ന് മോൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതേയില്ല. നഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി തിരികെ വന്ന് ചേരുമ്പോൾ എല്ലാവരും നോർമലാവും പിള്ളച്ചേട്ടാ. പിന്നെ മാനസിക നില തെറ്റിയതുപോലെ നമുക്ക് ആക്ട് ചെയ്യാലോ, ഈ സിനിമയിലൊക്കെ കാണും പോലെ. തന്നെ അന്തം വിട്ട് നോക്കുന്ന പിള്ളച്ചേട്ടനെ നോക്കി സിദ്ധു കണ്ണിറുക്കി. ഒന്ന് നിന്നേ ട്രെയിനീസ്. ഓഫീസിൽ നിന്നൊരു വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ജാസ്മിൻ ആദിയെയും കാർത്തുവിനെയും വിളിക്കുന്നത്.
ആദ്യമൊക്കെ അവൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും കാത്തു കൂളായി തന്നെ നിന്നു. എന്താ രണ്ടിൻ്റെയും ഉദ്ദേശം? അടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നവളെ കണ്ട് കാത്തുവും ആദ്യവും പരസ്പരം നോക്കി. എന്താ രണ്ടിൻ്റെയും വായിൽ നാക്കില്ലേ? ഓ, കമ്പനി മുതലാളിമാരെന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ നിന്റെ വായിൽ നിന്നും വല്ലതും വരത്തുള്ളായിരിക്കുമല്ലേ? ജാസ്മിൻ വന്ന് സംസാരിക്കുമെന്ന് കരുതിയെങ്കിലും ഇത്ര ദേഷ്യപ്പെടുമെന്ന് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേടിച്ച് കാത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ആദി. എന്താ ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പേടിച്ചു നിൽക്കുന്ന ആദിയുടെ കയ്യിൽ തൻ്റെ കൈ കോർത്തുകൊണ്ടാണ് കാത്തു ചോദിച്ചത്. ജാസ്മിൻ എന്നൊക്കെ വിളിക്കാൻ നിനക്ക് ആരാടിയത് അധികാരം തന്നത്? ഇത്രയും നാള് നീയൊക്കെ മാഡം എന്നും മാം എന്നൊക്കെയല്ലേ വിളിച്ചിരുന്നത്? അത് തന്നെ അങ്ങ് വിളിച്ചാൽ മതി. സോറി ജാസ്മിൻ, അഭിമന്യു സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി താങ്കളെ മാം എന്നും വിളിക്കരുതെന്ന്. ജാസ്മിനെ പോലെ തന്നെ ഞങ്ങളും കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ട്രെയിനിങ്ങിനൊപ്പം വർക്കും നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനി താങ്കൾക്കൊപ്പം തന്നെയാണ് ഞങ്ങളുടെയും സ്ഥാനം. അതുകൊണ്ട് നീയൊക്കെ എന്നെ പേര് വിളിക്കുമെന്നല്ലേ? എന്ത് മന്ത്രമാണാവോ രണ്ടും ചെയ്തത്? ഇത്രയും പെട്ടെന്ന് തന്നെ കമ്പനി MD വരെ മയക്കാൻ. ഓ, നല്ല തൊലിവെളുപ്പുണ്ടല്ലോ രണ്ടിനും. അത് കാണിച്ച് മയക്കിയതാവും. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാത്തുവിന് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിനക്കൊക്കെ കാണിക്കാം, ഞാൻ പറഞ്ഞാൽ അത് പ്രശ്നമല്ലേ? നീയൊക്കെ ഇവിടെ വന്നിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അതിനു മുൻപ് നിനക്കൊക്കെ ഇവിടെ ജോലി, അതും ട്രെയിനിങ്ങിന് വന്നിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതിനെ കൂടി അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ദേ, ഇവളെ ആ കാശിയെന്ന് പറഞ്ഞവൻ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് ഇവളവൻ്റെ കൂടെ കിടാ. പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ ജാസ്മിൻ്റെ ചെവിക്കല്ലിനൊരു അടി പൊട്ടിയിരുന്നു. ഇനി ഒരക്ഷരം മിണ്ടിയ കൊല്ലും നിന്നെ ഞാൻ. മനുവാണ്. അവൻ ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുകയായിരുന്നു. കാശി എന്തോ ഫയൽ നോക്കിയിരുന്നത് കൊണ്ട് വണ്ടിയെടുക്കാൻ പാർക്കിങ്ങിലേക്ക് വന്നതാണ് മനു. അപ്പോഴാണ് ജാസ്മിൻ ഓരോന്ന് പറയുന്നതും ആദ്യം വിഷമിച്ച് നിൽക്കുന്നതും മനു കണ്ടത്. നിൻ്റെയൊക്കെ വായിലെന്താടി? നിനക്കൊക്കെ വാ തുറന്ന് അവളോട് എന്തെങ്കിലും പറഞ്ഞാലെന്താ? നിങ്ങളെക്കുറിച്ച് അനാവശ്യം ആര് പറഞ്ഞാലും ഒന്നും നോക്കാതെ കൈ നിവർത്തി ഒരെണ്ണം കൊടുക്കാൻ ഇനി ആരെങ്കിലും പറഞ്ഞു തരണോടി. കാത്തുവിനു ആദിക്കു നേരെ ഒച്ചയുണ്ടാക്കിയവൻ നേരെ ജാസ്മിന് നേരെ തിരിഞ്ഞു. നിന്നെ ഇനി മേലാൽ കണ്ടുപോവരുത് ഇവിടെ. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം നിന്റെ ഇവിടുത്തെ സേവനം. ഇറങ്ങിപ്പോടി പൊന്ന മോളെ. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മനുവിന്. കവളിൽ കൈവച്ച് കരഞ്ഞോട് പോകുന്ന ജാസ്മിനെ ദേഷ്യത്തോടെ നോക്കിയവൻ ഓഫീസിലേക്ക് തിരിച്ചു നടന്നു. രണ്ടാളും അകത്തേക്ക് കയറി കാശിയുടെ ക്യാബിനിലേക്ക് വാ. ആദ്യം കണ്ണീര് തുടച്ചിട്ട് വാ. പടി കയറി തിരിഞ്ഞു നോക്കി പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി. സിദ്ധു മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക് പിള്ളച്ചേട്ടൻ, ഞങ്ങളോട് എന്തും ചോദിക്കാലോ. മോനെ, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളെ കാത്തൊരു കുഞ്ഞുണ്ടല്ലേ? സിദ്ധു ഒന്നും മിണ്ടാതെ കുറച്ചു നേരം പിള്ളച്ചേട്ടനെ നോക്കി നിന്നു. അതെ, അവിടെ ഒരു കുഞ്ഞുവാവ കാത്തിരിപ്പുണ്ട്. ഈ വീടിൻ്റെ ഞങ്ങളുടെയൊക്കെ രാജകുമാരൻ. കണ്ടിട്ടില്ല ഇന്ന് വരെ. ആൺകുഞ്ഞാണെന്ന് മാത്രം അറിയാം, മറ്റൊന്നും അറിയില്ല. സിദ്ധു മോൻ്റെ കുട്ടിയാണോ? മറുപടി പറയാതൊന്ന് ചിരിക്കുക മാത്രം ചെയ്യുന്നവനെ നോക്കിയിരിക്കെ ആ വൃദ്ധൻ്റെ കണ്ണു നിറഞ്ഞു. ആദ്യവും കാത്തുവും പേടിച്ചാണ് കാശിയുടെ ക്യാബിൻ ഡോറിൽ തട്ടിയത്. അകത്തുനിന്ന് അനുവാദം കിട്ടിയതും കാത്തുവാണ് ആദ്യം കയറിയത്. തൊട്ടുപുറകിൽ ആദ്യവും അകത്തേക്ക് കയറി ഡോറ് ചാരി. ആഹാ, വന്നോ? കരഞ്ഞു തീർന്നായിരുന്നോ? ആദിയെ നോക്കിയാണ് മനു അത് ചോദിച്ചത്. കാത്തുപതിയെ ആദിയെ നോക്കി. ഇപ്പൊ കരയുമെന്ന പോലെയുള്ള നിൽപ്പ് കണ്ടപ്പോൾ കാത്തുപതിയെ തൻ്റെ കൈ ആദിയുടെ കയ്യിൽ കോർത്തു പിടിച്ചു. ആദ്യ പെട്ടെന്ന് ഞെട്ടി കാത്തുവിനെ നോക്കി. അവൾ പേടിക്കേണ്ടെന്ന പോലെ കണ്ണു കാണിച്ചു. കഴിഞ്ഞോ? അല്ല, കണ്ണുകൊണ്ടുള്ള സമാധാനിപ്പിക്കലും ധൈര്യം കൊടുക്കലുമൊക്കെ കഴിഞ്ഞോന്ന്. രണ്ടാളുടെയും നെറ്റിച്ചുളിക്കൽ കണ്ട് മനു ചിരിയടക്കിയാണ് പറഞ്ഞത്. കണ്ണ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? കാശി മനുവിനെ ഒന്ന് നോക്കിയ ശേഷം രണ്ടാളോടും ഇരിക്കാൻ പറഞ്ഞു. രണ്ടാൾക്കും ഞങ്ങളിൽ എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടോ? ഇല്ല. കാത്തു പറഞ്ഞപ്പോൾ കാശി ആദിക്ക് നേരെ തിരിഞ്ഞു. ആരുവിന് വിശ്വാസക്കുറവുണ്ടെന്നാണോ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം? അല്ല. പിന്നെന്താ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടാതെ നിന്ന് കരഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് കരുതിയോ? ആദിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തയ്യാറായെന്ന് പോലെ നിൽക്കുന്നത് കണ്ട് കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ച ട്രെയിനേഴ്സ് എന്നുള്ള ലേബലിൽ തന്നെ നിൽക്കേണ്ട കാര്യമില്ല. ഈ കമ്പനി നിങ്ങളുടേതുമാണ്, അത് മറക്കണ്ട. കാശി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദി കരഞ്ഞു പോയിരുന്നു. മനു, നീ കാത്തുവുമായി നിന്റെ ക്യാബിനിലേക്ക് ഇരിക്ക്. കാത്തുവിനോട് കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നല്ലത്.
ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. കേൾക്കേണ്ട താമസം എന്നതുപോലെ മനു സീറ്റിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ആദ്യം ഞെട്ടി കാർത്തുവിനെ നോക്കി. അവളും അതേ അവസ്ഥയിൽ ആദിയെ ഒന്ന് നോക്കി. പതിയെ കൈവിട്ട് എഴുന്നേറ്റ് മനുവിന് പിന്നാലെ നടന്നു. മനുവും കാർത്തുവും ഇറങ്ങിയ ഉടനെ കാശി എഴുന്നേറ്റ് ഡോർ ക്ലോസ് ചെയ്ത് ആദിയുടെ ചെയറിന് പിറകെ കൈ ഊന്നി നിന്നു. ആദി നേരെ നോക്കാതെ ഇരിക്കുകയാണ്. എന്താ പെണ്ണെ, നീ ഇങ്ങനെ ആയിപ്പോയത്? ആദ്യ മുഖം ഉയർത്തി കാശിയെ നോക്കി. നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടതും അവനൊന്നും മിണ്ടാതെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ നേരെ നിർത്തി. ആദിയുടെ മുഖം തന്നെ നേർക്കുയർത്തി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. ആദി കസേരയിൽ പിടിമുറുക്കി കണ്ണുകൾ അടച്ചു നിന്നു. കണ്ണിൽ നിന്നൊഴുകി ഇറങ്ങുന്ന കണ്ണുനീര് അവൻ തൻ്റെ വിരലുകളാൽ തുടച്ചു മാറ്റി. രണ്ട് കണ്ണിലും അവൻ ചുംബിച്ചു. ആദി കസേരയിലെ പിടിവിട്ട് കാശിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. കാശി രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം തനിക്ക് നേരെ കൊണ്ടുവന്ന് രണ്ട് കണ്ണിലും പതിയെ ഊതി. ആദ്യം ഒന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണ് തുറന്നവനെ നോക്കി. അവൾ കണ്ണ് തുറന്നവനെ നോക്കിയ നിമിഷത്തിൽ അവനൊരു കൈ കൊണ്ട് അവളെ തന്നോട് ചേർത്ത് മറുകൈ അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. ആദിയുടെ കണ്ണൊന്നും വിഴിഞ്ഞു, പിന്നെ പതിയെ അടഞ്ഞു. ഒന്ന് മുത്തിയവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയ ശേഷം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. ഇനി കരയില്ല പെണ്ണെ, ആര് ചോദിച്ചാലും പറഞ്ഞേക്കണം ഈ കാശിനാഥൻ്റെ പെണ്ണാണ് ആദിരുദ്ര എന്ന്. ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു മോളെ. പക്ഷേ ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മിണ്ടാതെ കേട്ട് നിൽക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കാശിനാഥൻ്റെ പെണ്ണല്ലേ, അപ്പോൾ ഇങ്ങനെ നിന്ന് കരയാൻ പാടുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതൊക്കെ ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്യും. പിന്നെന്തിനാ പെണ്ണെ നിനക്കിത്ര പേടി? ഇനി ഇങ്ങനെ കരഞ്ഞു നിൽക്കരുത് കേട്ടോ. തെറ്റാണെന്ന് തോന്നുന്നിടത്ത് പ്രതികരിക്കണം. എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും നിന്റെ ശരിയുടെ വഴിയെ മാത്രമേ പോകാവൂ. മനസ്സിലായോ? കണ്ണുനീര് തുടച്ച് തലയാട്ടുന്നവളെ അലിവോടെ നോക്കിയവൻ തന്നോട് ചേർത്ത് പിടിച്ചു. എന്തേ മിണ്ടാതിരിക്കുന്നത് വായാടി? രണ്ടാളും വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു കാശി. മനുവും കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ട്. എന്താ കാത്തു നീ ഒന്നും മിണ്ടാതെ? പറയ എന്തെങ്കിലും. ആ ജാസ്മിൻ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങളൊക്കെ വിഷമിക്കുന്നത്? അവളോട് തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞ് മനു കൊടുത്തതുപോലെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് വരാനുള്ളതിന് രണ്ടെണ്ണവും ആ സീന് മോങ്ങി കുളമാക്കി. അത് പോരാഞ്ഞ് ഇപ്പോൾ രണ്ടിനും മിണ്ടാട്ടവുമില്ല. കാശി പറയുന്നതിനൊപ്പം വണ്ടി സൈഡിൽ ഒതുക്കുക കൂടെ ചെയ്തു. എന്താടാ മനു, നീ വല്ലതും പറഞ്ഞ് വിഷമിപ്പിച്ചോ ഇവളെ? ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും. പിന്നെന്താ പറ്റിയത്? ആരു ഹാപ്പി അല്ലേ? ആദ്യം നോക്കി ചോദിച്ചപ്പോൾ ചിരിച്ച് തലയാട്ടിക്കൊണ്ടവൾ കാർത്തുവിന് നേരെ തിരിഞ്ഞു. പറ കാർത്തു, നിനക്ക് പറയാനുള്ളത് കണ്ണേട്ടനോട് പറ. എന്താ നിന്റെ പ്രശ്നം? അതെ പറ കാർത്തു, എന്താ മിണ്ടാതിരിക്കുന്നേ? ആദ്യ കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്ക് കണ്ണേട്ടനോട് എന്തോ ആവശ്യപ്പെട്ടൂടെ? നിനക്ക് പറയാനുള്ളത് പറ. മനു പറയുന്നത് കേട്ട് കാശി അവനെ സൂക്ഷിച്ചു നോക്കി. ഇനി ജാസ്മിനെ നമ്മുടെ ഓഫീസിൽ ജോലിക്ക് വെക്കാൻ പാടില്ല. കാത്തു പറയുന്നത് കേട്ട് ആദ്യം ഞെട്ടി അവളെ നോക്കി. കാശിക്കും സെയിം അവസ്ഥ തന്നെയായിരുന്നു. കാരണം കാത്തു ഇതുവരെ ഇങ്ങനെ ആവശ്യമൊന്നും കാശിയോട് പറഞ്ഞിട്ടില്ല. കാത്തു ഡി. ആദ്യ കാത്തുവിൻ്റെ കയ്യിലൊന്നുള്ളിക്കൊണ്ട് വിളിച്ചു. കണ്ണേട്ടനോട് സാധിച്ചു തരാൻ പറ്റുമോ? അവൾ ആ ജാസ്മിൻ ഇനി ഞങ്ങളുള്ള നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ പാടില്ല. അവളുണ്ടെങ്കിൽ ഞാനിനി അങ്ങോട്ടേക്ക് വരില്ല. ഞാൻ മാത്രമല്ല ആദ്യം ഇനി ഓഫീസിലേക്ക് വരില്ല. അവസാനത്തെ വാക്കുകൾ ആദിയുടെ മുഖത്ത് നോക്കിയാണ് കാർത്തു പറഞ്ഞത്. അതിനാണോ നീ ഇങ്ങനെ മുഖം കെട്ടി വെച്ചത്? പെങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഇനി ചെയ്തില്ലെന്ന് വേണ്ട. അതുകൊണ്ട് ഇനി അവൾ നമ്മുടെ ഓഫീസിൽ ഉണ്ടാവില്ല. എക്സ്പെഷ്യലി നിങ്ങളുള്ള ഓഫീസിൽ. വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ മറ്റോ മാറ്റം കൊടുക്കാം. പിരിച്ചുവിടുകയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുള്ളിടത്ത് അവളിനി വേണ്ട. എൻ്റെ ആദിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തവൾ വിഷമിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം കിട്ടിയതെന്ന് അവൾ അറിയണം. ആഹാ കാർത്തു, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയായിരുന്നു? കാശി കാർത്തുവിനെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചു. അപ്പോൾ ഇനി വണ്ടി എടുക്കാലോ? എല്ലാവരെയും നോക്കി ചോദിച്ചുകൊണ്ട് കാശി വണ്ടി മുൻപിലേക്ക് എടുത്തു. ഡാഡ്, മഹാദേവങ്കലിനെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവരൊന്നും അവിടെയില്ല. വിളിച്ചു നോക്കി, പക്ഷേ നോ റെസ്പോൺസ്. 2 ദിവസത്തിനുള്ളിൽ തിരികെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവർ വരട്ടെ.
ഡാഡ് പറയുന്നത് പോലെ എന്തെങ്കിലും നടക്കുമോ? ഇത്രയും നാളൊന്നും നടന്നില്ല. ഇനിയും അങ്ങനെ തന്നെ ആവർത്തിക്കാനാണെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കാം. എന്താ മോളി നീ ഇപ്പം ഇങ്ങനെ? വേറെന്ത് വഴിയെന്നാ ഉദ്ദേശിക്കുന്നത്? ആളെ വിട്ട് അവരെ തല്ലിക്കണമെന്നാണോ എൻ്റെ മകൾ വിചാരിക്കുന്നത്? ഏയ്, കാശിനാഥനെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം വെഡ്ഡിയാണോ ഡാഡിൻ്റെ മകൾ? അങ്ങനെയാണോ എന്നെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? പിന്നെന്താ നിന്റെ മനസ്സിൽ? ഡാഡ്, ആദ്യം ഇത് നടക്കുമോ എന്ന് നോക്ക്. തന്ത വഴി നടന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിൽ നടത്തിയിരിക്കും ഞാൻ. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോകുന്നവളെ ജയറാം ആശങ്കയോടെ നോക്കി നിന്നു. ദാ മക്കൾ വന്നല്ലോ. വാതിക്കൽ വാസുദേവന്റെ ഒപ്പം ഇരിക്കുകയായിരുന്ന മഹാദേവൻ കാശിയുടെ കാറ് കണ്ട് പടിയിലേക്ക് ഇറങ്ങി നിന്നു. ആഹാ, എത്തിയല്ലോ. വാസുദേവനും ഒപ്പം നടന്നു ചെന്നു. വാ എല്ലാവരും, ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. സൂര്യനും ആനന്ദും ഇത്രയും സമയം നിങ്ങളെ നോക്കിയിരുന്നു. കാണഞ്ഞപ്പോൾ അവർ ഒന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. കാറിൽ നിന്നിറങ്ങുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞത്. അതെന്താ, ലേറ്റായിട്ടല്ലല്ലോ ഞങ്ങൾ? എപ്പോഴും ഈ ടൈമിലല്ലേ വരിക? അതെ അതെ, എന്നാലും നേരത്തെ വരുമെന്ന് കരുതി. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും തീരുമാനിക്കാനും ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പോയി ഫ്രഷായി എന്തെങ്കിലും കഴിക്ക്, ശേഷം സംസാരിക്കാം. അല്ല, അവർ രണ്ടാളും എവിടെ പോയതാ? എനിക്ക് അർജൻറ്റായി തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ശരിക്കും ആനന്ദ് അങ്കിളിനോടും വാസു അങ്കിളിനോടുമാണ് പറയാനുള്ളത്. പക്ഷെ അവർ മാത്രമല്ല, എല്ലാവരോടും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്താ കണ്ണ, എന്തെങ്കിലും അർജൻറ്റ് കാര്യമാണോ? വാസുദേവൻ നെറ്റിച്ചുളിച്ചു. ആണെന്ന് ചോദിച്ചാ അതെ, പക്ഷേ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമല്ല. തീർത്തും ഒഫീഷ്യലായൊരു കാര്യമാണ്. ഓക്കെ. അവരോട് സംസാരിച്ചുകൊണ്ട് മനുവും അകത്തേക്ക് കയറി. ആഹാ, എത്തിയോ? വേഗം ഫ്രഷായി വാ നാലാളും. നല്ല ചൂട് ചായയും പഴംപൊരിയുമുണ്ട്. മണിക്കുട്ടൻ്റെ ഇഷ്ടവിഭവമല്ലേ? ജ്യോതിയും സീതയും അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. ജോയ്ക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ? സീതയുടെ ചോദ്യത്തിന് മനസ്സു തുറന്ന് ചിരിക്കുക മാത്രം ചെയ്തു ജ്യോതി. വാടാ, വന്നിരുന്ന് കഴിക്ക്. ഒന്ന് കുളിക്കാൻ നിനക്കെത്ര നേരം വേണോ? ഹാളിൽ നിന്ന് ചായ കുടിക്കായിരുന്ന മനു കാശിയെ കണ്ടടുത്തേക്ക് വിളിച്ചു. എന്തു വാടേ ഇത്? ആരും എടുത്തോണ്ട് പോവില്ല, പതിയെ കഴിക്ക്, അല്ലെങ്കിൽ തൊണ്ടയിൽ കുരുങ്ങും. കാശി പഴംപൊരി വെച്ചിരുന്ന പാത്രം മനുവിനടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. ആരെങ്കിലും എടുത്താലേ ആ കൈ ഞാൻ വെട്ടും. എന്തൊരു ടേസ്റ്റാണെന്നോ. ഓ, അമ്മയുടെ കൈപുണ്യം, ഒരു രക്ഷയുമില്ല. എൻ്റെ പൊന്നോ, ഒരു നല്ലതെങ്കിലും പറഞ്ഞല്ലോ. എൻ്റെ പൊന്നു ജോമോളെ, ഇവനെ, ഈ മനുക്കുട്ടൻ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറയുന്നവനാ. എന്നിട്ട് ആ പാത്രം തൂത്തു തുടച്ചിട്ട് എഴുന്നേറ്റ് പോവുകയുള്ളൂ. ഒരു നല്ലത് ആ നാവിന്ന് കേട്ടല്ലോ, സന്തോഷം. സീത ജ്യോതിക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. പൊടക്കള്ള. തന്നെ എളിച്ച് കാണിക്കുന്നവനെ നോക്കി കയ്യോങ്ങാനും അവർ മറന്നില്ല. ദാ കണ്ണ. രാധിക അങ്ങോട്ടേക്ക് വന്ന് ചായ കാശിയുടെ കയ്യിലേക്ക് കൊടുത്തു. താങ്ക്സ് രാധമ്മേ. ഓ, വരവ് വെച്ചിരിക്കുന്നു. അല്ല, എല്ലാവരും എവിടെ? എല്ലാവരും ടെറസിൽ ഇരിപ്പുണ്ട്. മുകളിലേക്കൊരു മാവ് ചാഞ്ഞ് കിടപ്പുണ്ട്. അതിന് താഴെ കസേരയിലും മാങ്ങ പൊട്ടിക്കലും കഴിക്കലും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ലച്ചുവമ്മല്ലേ മാങ്ങയുടെ ആള്, അതുകൊണ്ട് ഭർത്താവും ആങ്ങളമാരും കൂടി ഒരുപാട് മാങ്ങ കഴിപ്പിച്ചിട്ടുണ്ട്. ആ അതെ സീതു, അവളിന്ന് ഒരുപാട് മാങ്ങ കഴിച്ചിട്ടുണ്ട്. വയറുവേദന വല്ലതും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? സീത പറഞ്ഞതിന് രാധികയും ശരിവച്ചു. നിങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ നാലാളുടെയും അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് വേണം മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താ ജ്യോതിയമ്മേ ഇത്രയും വലിയ സസ്പെൻസ് ഒക്കെ തന്ന്? പറയേണ്ട കാര്യം എന്തായാലും വാ, പോയേക്കാം. എനിക്കുമല്ല ഞങ്ങൾക്കും ഒരു കാര്യം പറയാനുണ്ട്. കാശി ചായ കുടിച്ച കപ്പ് ടേബിളിലേക്ക് വെച്ച് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. മനു ആദിയെയും കാത്തുവിനെയും വിളിച്ച് സ്റ്റെയറിനടുത്തേക്ക് നടന്നു. ആഹാ, ദാ അവർ പോയി, നമുക്കും പോവാം. അമ്മമാരും അവരുടെ പുറകെ സ്റ്റെയറിനടുത്തേക്ക് പോയി. ഡാ, നീ കുറേ നേരമായാലും ഫോണും കൊണ്ടിരിക്കുന്നു, എന്തേ? ഗാർഡനിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന സിദ്ധുവിനടുത്തേക്ക് ജിത്തു വന്നു. ഏയ്, ഒന്നുമില്ലടാ. നാളെ പോകാനും സാധനങ്ങൾ കൊണ്ടുപോവാനൊക്കെ വരുന്ന വണ്ടിയുടെ ഏജൻസി ഒന്ന് വിളിച്ചതാ. ലേറ്റ് ആവരുതല്ലോ, തടസ്സമൊന്നുമില്ലാതെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. എന്താടാ സിദ്ധു, നിനക്ക് പേടിയുണ്ടോ? പേടിയല്ല, അല്ലെങ്കിലും പണ്ടും എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ആരുമില്ലാതെ ജീവിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ ഒരു മൈൻഡ്. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു സങ്കടം. നാളത്തെ ദിവസം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഇല്ല, എൻ്റെ അച്ഛനെയും കുഞ്ഞിനെയും എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. ഞാനില്ലെങ്കിൽ പിന്നെ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും നാൾ കാത്തിരുന്നത് വെറുതെ ആയി പോകും. ഇല്ലടാ, ഒന്നും സംഭവിക്കില്ല. നമ്മൾ നാളെ പോകും, നമ്മുടെ അച്ഛനെയും കുഞ്ഞിനെയും കാണും. അത് കേട്ടതും സിദ്ധു ഒന്ന് മൂളി. എന്നിട്ട് 2 കൈ കൊണ്ട് മുഖാമർത്തി തുടച്ചു.
ആ എത്തിയല്ലോ മക്കളെല്ലാം. വാസുദേവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നോക്കി. വാ ഇരിക്കിവിടെ. മഹാദേവൻ എഴുന്നേറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യും പോലെ പറഞ്ഞു. ആഹാ, വല്യച്ഛ നല്ല ഫോമിലാണല്ലോ. അപ്പം ഇതിനാണ് ആനന്ദെങ്കിലും അച്ഛനും കൂടി പുറത്തേക്ക് പോയതല്ലേ? മനു കാശിയുടെ ചെവിയിൽ പറയുന്നത് കേട്ട് കാർത്തുവും ആദിയും പരസ്പരം നോക്കി. ഡി ഇങ്ങടുത്തു വാ. കാർത്തു വിളിച്ചപ്പോൾ ആദി അവൾക്കടുത്തേക്ക് നീങ്ങി. ഡി ആദി, അച്ഛനും ആനന്ദച്ഛനും കൂടിയാണോ ഇവർക്ക് കുടിക്കാനൊക്കെ വാങ്ങിക്കൊടുത്തേ? അപ്പോൾ ഇവരും കൂടെ കുടിക്കുവോ? പൊടിപ്പോത്തെ, അവർ രണ്ടാളും കുടിക്കില്ലെന്ന് അറിയാലോ. പിന്നെത്താ നിനക്കിത്ര സംശയം? നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയില്ലേ? അങ്ങനെ കരുതിയാൽ മതി. എന്താണ് ചങ്കും കരളും കൂടി ഒരു രഹസ്യം പറച്ചിൽ? ലക്ഷ്മി ചോദിച്ചപ്പോൾ രണ്ടാളും ഞെട്ടി അവരെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. വാ മക്കളെ, വന്നിരിക്കെല്ലാവരും. ആനന്ദ് വിളിച്ചുകൊണ്ട് മടക്കി വെച്ചിരിക്കുന്ന പായെടുത്ത് നിവർത്തി വിരിച്ചു. ഇനി പറയ, ഈ ബിൽഡപ്പൊക്കെ കാണുമ്പോൾ അറിയാം എല്ലാവർക്കും പറയാനുള്ളതൊരു സീരിയസ് മാറ്ററാണെന്ന്. സമയം കളയാതെ പറഞ്ഞാട്ടെ, എന്നിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലേടാ കണ്ണ? മനു പായയിലിരുന്ന് കാശിയെ തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അതെ പറയേ, എന്താച്ച കാര്യം? കാശി മഹാദേവനെ നോക്കി. ചുറ്റിനുമുള്ളവരുടെ നിറഞ്ഞ ചിരിയോടെയുള്ള സമ്മതത്തോടെയാണ് മഹാദേവൻ പറയാൻ തുടങ്ങിയത്. കണ്ണ, നിന്റെയും ആദിയുടെയും വിവാഹം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി. അടുത്ത മാസം എന്നുള്ളത് അടുത്ത ആഴ്ച എന്നാക്കി മാറ്റേണ്ടി വന്നു. അതുമാത്രമല്ല, അന്ന് വിവാഹം നടക്കുന്നത് കണ്ണൻ്റെയും ആദിമോളുടെയും മാത്രമല്ല, മനുക്കുട്ടൻ്റെയും കാർത്തുമോളുടെയും കൂടി ആയിരിക്കും. കേട്ടത് വിശ്വസിക്കാനാവാതിരിക്കുകയാണ് കാർത്തുവും മനുവും. കാശിയുടെ മുഖത്ത് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കേട്ടതൊക്കെ താൻ പ്രതീക്ഷിച്ചതല്ലെങ്കിലും ആഗ്രഹിച്ച കാര്യമാണെന്ന് അവൻ്റെ മുഖത്തെ ചിരിയിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്താ കണ്ണ, നിനക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ആനന്ദിൻ്റെ ചോദ്യത്തിന് നിറഞ്ഞ ചിരിയായിരുന്നു കാശിയുടെ മറുപടി. ആദിമോൾക്കോ? സമ്മതമല്ലേ അമ്മയുടെ മോൾക്ക്? ലക്ഷ്മി വന്ന് ആദിയെ തന്നോട് ചേർത്തു നിർത്തി. ആദി പതിയെ മുഖമുയർത്തി കാശിയെ നോക്കി. ലക്ഷ്മിക്ക് കേൾക്കാൻ പാകത്തിന് മാത്രമൊന്ന് മൂളി. ആദിയുടെ തെളിഞ്ഞ മുഖത്തുണ്ടായിരുന്നു അവളുടെ സമ്മതവും. നിങ്ങൾക്കോ മക്കളെ ഇഷ്ടമില്ല എന്നുണ്ടോ ഞങ്ങളുടെ തീരുമാനം? മനുവിനെയും കാർത്തുവിനെയും നോക്കിക്കൊണ്ടാണ് വാസു ചോദിച്ചത്. കാർത്തു മുഖമുയർത്തി ആദിയെ നോക്കി. അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി കണ്ട് കാർത്തുവിനും ചിരി വന്നെങ്കിലും അത് അടക്കി അവൾ മനുവിനെ ഒന്ന് പാളി നോക്കി. മനുവിൻ്റെ മുഖത്ത് തെളിച്ച കുറവ് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്താ മനുക്കുട്ട, നിനക്ക് താല്പര്യം ഇല്ലെന്നുണ്ടോ? എന്താണെങ്കിലും പറയൂ മോനെ, ഞങ്ങളൊരാഗ്രഹം പറഞ്ഞതാണെന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ നടത്തുകയൊന്നുമില്ല. മനു കാർത്തുവിനെ ഒന്ന് നോക്കി. പതിയെ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അത് കാർത്തുവിലേക്കും ചുറ്റിനുള്ളവരിലേക്കും പടരാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. കണ്ണൻ്റെയും ആദിയുടെയും കാര്യം നടന്നു കഴിയാൻ വെയിറ്റ് ചെയ്തതാണ് ഞാൻ. എല്ലാവരോടും പറയാനിരിക്കുമായിരുന്നു എനിക്ക് കാർത്തുവിനെ ഇഷ്ടമാണ്. ഇപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പരസ്പരം പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആഹാ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും മക്കളുടെ സന്തോഷവും നമ്മുടെ സന്തോഷവും ഒന്നു തന്നെയാണല്ലോ. അത് മതി. എന്നും ഇങ്ങനെ തന്നെ ആവാൻ ആ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആടാ, എൻ്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാവും. വാസു പറഞ്ഞതിന് മഹാദേവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അല്ല, ഞങ്ങളുടെ മക്കൾക്ക് എന്തോ ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അതെ സൂര്യ, ഇവരെന്തോ അർജൻറ്റായി പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? ഏയ്, അത് മറ്റൊന്നുമല്ല ചെറിയച്ച. ഞങ്ങൾക്ക് 4 ആൾക്കും ഒന്ന് അത്യാവശ്യമായും ബാംഗ്ലൂർ വരെ പോവണം. ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ്. കാശി പറയുന്നത് കേട്ട് സൂര്യനും മഹാദേവനും നെറ്റി ചുളിച്ചു. പറഞ്ഞില്ലേ മക്കളെ, നെക്സ്റ്റ് വീക്സ് തന്നെ നമുക്ക് ഈ ചടങ്ങ് നടത്തണമെന്നുണ്ട്. അപ്പോൾ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സും അതിനോടനുബന്ധിച്ചുണ്ടാവും. അങ്ങനെയുള്ള ഈ സമയത്ത് നിങ്ങൾ പോവുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? ഒരുക്കങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കുമെന്നല്ല പറഞ്ഞത്. എങ്കിലും നിങ്ങളിവിടെ ഉണ്ടാവണം ഈ സമയത്ത്. അത് ഞങ്ങൾക്ക് അതിനൊരുപാട് ദിവസമൊന്നും വേണ്ട വല്യച്ഛ. മാക്സിമം പോയ ഒരു 2-3 ഡേയ്സ് അത് മതിയാവില്ലേ കണ്ണ? യാ, മാക്സിമം 3 ഡേയ്സ് മതിയാവും. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ റിട്ടേൺ വരും. അപ്പോഴേക്കും ഇവിടുത്തെ ഒരുക്കങ്ങൾ നടക്കട്ടെ. അങ്ങനെയല്ല മോനെ ഞങ്ങൾ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ വധുവരന്മാർ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഒരാഴ്ചത്തേക്ക് യാത്രയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല എന്നുണ്ടോ? ആനന്ദ് കാശിയോട് ചോദിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ നോക്കി. ഇതിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഒരു അമേരിക്കൻ ക്ലയൻ്റാണ്. അതുകൊണ്ട് നമുക്കിത് മാറ്റിവെക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇതിപ്പോൾ മിസ്സായ കമ്പനിക്ക് നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കോൺട്രാക്റ്റ് നമുക്കെതിരെ നിൽക്കുന്നവർക്ക് കിട്ടിയ കമ്പനിക്ക് അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാവും.
ആനന്ദ് നിസ്സഹായതയോടെ മഹാദേവനെ നോക്കി. എന്തടപ്പ് ചെയ്യുക, മക്കള് പോയിട്ട് വരട്ടെന്നാണോ? മഹാദേവൻ ആനന്ദിനെയും വാസുദേവനെയും സൂര്യനെയും നോക്കിയാണ് ചോദിച്ചത്. പോയിട്ട് വരട്ടെ അവർ. നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ നമുക്കൊരു നഷ്ടമുണ്ടാവുന്നത് ശരിയല്ല. മക്കൾ ഒരുമിച്ച് തന്നെ പോയി ജയിച്ചു വരട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ എല്ലാം ഒരുക്കാം. ആനന്ദ് പറഞ്ഞപ്പോൾ വാസുദേവനും അതിന് ശരിവെച്ചു. അപ്പം എപ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സൂര്യനാണത് ചോദിച്ചത്. അതച്ചാ നാളെ മോർണിംഗിനാണ്. ഒന്നെങ്കിൽ ട്രെയിനിനോ അല്ലെങ്കിൽ കാറിനോ പോകണമെന്നാണ്. ഏയ് കാറിലൊന്നും പോകണ്ട, ട്രെയിനിലങ്ങ് പോയാൽ മതി. അത്രയും ദൂരം മക്കളെയും കൊണ്ട് കാറിൽ പോകുന്നതൊക്കെ റിസ്ക്കാണ്. ലക്ഷ്മി വെപ്രാളത്തോടെ പറയുന്നത് കേട്ട് അമ്മമാരെല്ലാം അതിന് ശരിവെച്ചു. എങ്കിൽ ഞങ്ങൾ ട്രെയിനിന് പോയിക്കോളാം. നാളെ വെളുപ്പിന് ഇവിടുന്ന് ഇറങ്ങണം. പാലക്കാടിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടുന്ന് ഒരു ഫയൽ കളക്ട് ചെയ്യാനുണ്ട്. അവിടെ വരെ ഓൺ റോഡ് കാറിൽ, അവിടുന്ന് ട്രെയിന് ബാംഗ്ലൂർക്ക് റിട്ടേണും അങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? ഇടയ്ക്കാരെങ്കിലും ഞങ്ങളെ വിളിക്കണം കേട്ടോ. അയ്യോ, പാക്കിങ്ങൊക്കെ ചെയ്യണ്ടേ? രാവിലേക്ക് കഴിക്കാനൊക്കെ പാക്ക് ചെയ്യണ്ടേ? ജ്യോതി ചോദിക്കുന്നത് കേട്ട് കാശിയും മനുവും ചിരിച്ചു. എൻ്റെ ജ്യോതിയമ്മേ, അതിനൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഹോട്ടലൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ട്രെയിനിലൊക്കെ സൂപ്പർ ഫുഡും കിട്ടും, ബിരിയാണി വരെ. അപ്പോഴാണോ? മനു അടുത്തിരിക്കുന്ന ജ്യോതിയുടെ കവിളിൽ പതിയിപ്പിച്ച്. അയ്യോ, ട്രെയിനിൽ നിന്നും വാങ്ങി കഴിക്കണ്ട. ഒരിക്കൽ ഞങ്ങളിങ്ങനെ വാങ്ങി കഴിച്ചിട്ട് ഛർദ്ദിച്ചു പിള്ളേരെല്ലാം. പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു. അതൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ ഹൈടെക് ആണെൻ്റെ രാധമ്മേ. എന്താണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി തന്നോളാം നാളത്തേക്കുള്ളത്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ മലയാളികളുടെ ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഉത്തരവ്. മനുവിൻ്റെ കൈക്കൂപ്പിയുള്ള പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു. ജിത്തു, നീ ഇതുവരെ റെഡിയായില്ലേ? വേഗം വാ, സാധനങ്ങളൊക്കെ ആയി വണ്ടി പോയിട്ട് ഇപ്പോൾ കുറച്ചായി. ജിത്തുവിൻ്റെ മുറിക്ക് പുറത്തുനിന്ന് വാതിൽ തട്ടുകയാണ് സിദ്ധു. എൻ്റെ പൊന്നു ജിത്തു, നീ ഒന്ന് ഇറങ്ങി വാ ഇങ്ങോട്ട്. നിന്റെ കല്യാണത്തിനൊന്ന് പോകുവല്ല നമ്മൾ. അകത്തുനിന്ന് റെസ്പോൺസ് ഒന്നും കാണാത്തതും സിദ്ധുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ജിത്തു, കളിക്കാതെ വാതിൽ തുറന്നേ. കോപ്പേ, മനുഷ്യനെ സമാധാനമായിട്ടൊന്ന് ബാത്റൂമിൽ പോകാനും സമ്മതിക്കരുത് കേട്ടോ. ആഹാ, അതായിരുന്നു ബാത്റൂമിലിരിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് ഏത് പുസ്തകത്തിലാടാ നീ പഠിച്ചത്? അതോ, മിണ്ടിയാലേ എൻ്റെ കോൺസെൻട്രേഷൻ പോകും, അതുകൊണ്ടാണേ. പിന്നെ അവിടെ ഇരുന്ന് എക്സാം എഴുതുവാണല്ലോ നീ, കോൺസെൻട്രേഷൻ പോവാൻ. ഒന്ന് വേഗം വന്നേ, ടൈം പോണ്. പിള്ളച്ചേട്ടൻ എപ്പോഴേ റെഡിയായി കാറിലിരിക്കുന്നു. ജിത്തുവിനെ റെഡിയാവാൻ പറഞ്ഞു വിട്ടിട്ട് സിദ്ധു പിള്ളച്ചേട്ടനടുത്തേക്ക് പോയി. ജിത്തുമോൻ റെഡിയായി കഴിഞ്ഞില്ലേ കുഞ്ഞേ? ഇല്ലെന്നേ, അവൻ തോർത്തെടുത്തു നിൽക്കുന്നേ ഉള്ളൂ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സിദ്ധു കാറിലേക്ക് കയറി. സൂക്ഷിച്ചു പോയി വരണം കേട്ടോ. മക്കളെ നോക്കിക്കോണേ. ട്രെയിനിൽ കയറിയിട്ട് ഉടനെ വിളിക്കണേ. എൻ്റെ അമ്മേ, ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ 3 പിള്ളേരെയും പൊന്നുപോലെ നോക്കില്ലേ? ഞാൻ കൂടെയുള്ളപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? യാത്രയ്ക്ക് റെഡിയായി നിൽക്കുന്നവരെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അമ്മമാര്. സീത കാശിയോട് പറഞ്ഞതിന് മനുവാണ് മറുപടി പറഞ്ഞത്. അയ്യടാ, ഞാൻ നിന്നോടല്ല അതിന് പറഞ്ഞത്, കണ്ണനോടാ. ദേ കണ്ണ, ഇവനെ നീ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. മനുവിനുള്ള മറുപടി അപ്പോൾ തന്നെ സീത കൊടുക്കുകയും ചെയ്തു. അല്ലേലും നിങ്ങൾക്കൊന്നും എന്നെ ഒരു വിലയില്ലല്ലോ. ആർക്കും വേണ്ടാതായി പോയില്ല ഞാൻ. കണ്ണു തുടയ്ക്കും പോലെ ആക്ഷൻ കാണിച്ചവൻ കാറിലേക്ക് കയറിയിരുന്നു. എന്താ സീത ഇത്? മനുക്കുട്ടന് വിഷമായെന്ന് തോന്നുന്നു. എൻ്റെ മോനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ. സീതയുടെ കയ്യിലൊരു ചെറിയ അടി കൊടുത്തുകൊണ്ട് ജ്യോതി മനുവിനടുത്തേക്ക് നടന്നു. ജോ, നിനക്ക് ഈ കള്ളൻ്റെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ അവനെ ഇപ്പോൾ കാണിച്ചത്. പറഞ്ഞതുമൊക്കെ കള്ളമാണെന്നേ. സാക്ഷാൽ കള്ളക്കണ്ണനെ വെല്ലുന്ന സ്വഭാവമാണേ. സീത പറഞ്ഞത് അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങിയിരുന്നു. മനു മുഖം വീർപ്പിച്ചിരിക്കുകയും ചെയ്തു. പോട്ടെ എൻ്റെ മനുക്കുട്ട, ഇവരാരും പറയുന്നതൊന്നും എൻ്റെ മോൻ കാര്യമാക്കേണ്ട കേട്ടോ. ഞങ്ങളുടെ മനുക്കുട്ടൻ മിടുക്കനാണെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടെ, അല്ലേ രാധു? ജ്യോതി പറഞ്ഞോണ്ട് മനുവിൻ്റെ തലയിൽ തലോടി. മനു ആ കൈ പിടിച്ചൊരു ഉമ്മ കൊടുത്ത് ഇടങ്ങണ്ണിട്ട് സീതയെ നോക്കി. അവിടെ നിറഞ്ഞ പുഞ്ചിരി കണ്ട അവനും ചിരിച്ചു. കണ്ണ, എത്തിയിട്ട് വിളിക്കാൻ മറക്കല്ലേ. കുട്ടികളെ നോക്കിക്കോളണം. മനുക്കുട്ട, അവരെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ. ലക്ഷ്മി അതിൻ്റെ ബാഗ് കാറിനുള്ളിലേക്ക് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മതി അമ്മമാരുടെ ഉപദേശമൊക്കെ. അവർ ഹാപ്പിയായി പോയിട്ട് വരട്ടെ. പോയി വാ മക്കളെ. മഹാദേവൻ പറഞ്ഞപ്പോൾ കാശി ബായി പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടക്കും വരെ കാറിലിരുന്ന് ആദ്യം കാർത്തവും കൈവീശിക്കൊണ്ടേയിരുന്നു. ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആപത്തുകളൊന്നും അറിയാതെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടാളോടും. മനു പറഞ്ഞത് കേട്ട് ആദ്യം കാർത്തവും അവനെ നോക്കി. മെയിൻ റോഡിലേക്ക് കയറിയതിനു ശേഷം വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് കാശി. നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കല്ല. ആദ്യം കാർത്തവും പരസ്പരം നോക്കി.
നോക്കി പേടിപ്പിക്കണ്ട, കൊല്ലാൻ കൊണ്ട് പോവുകയൊന്നുമല്ല. കാർത്തു തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് മനു അവളെ നോക്കിക്കൊണ്ട് കാശിയോട് കാര്യം പറയാൻ പറഞ്ഞു. രണ്ടാളോട് നേരത്തെ പറയാൻ പറ്റിയില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ശരിക്കും ഈ യാത്ര നാളെ ആയിരുന്നു പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തേക്ക് തന്നെ ആക്കിയത്. എന്ത് പ്രശ്നം? ബാംഗ്ലൂരിലേക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ നമ്മുടെ കമ്പനി ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു 4 കെട്ട് തറവാട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കാര്യം? അവനെ കാണാൻ കൂടെ അവൻ്റെ ഫാമിലിയെയും. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിൽ അവരും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ വീട്ടിൽ എല്ലാവരോടും. എന്തിനാ ഇങ്ങനെ ഒരു കള്ളമൊക്കെ പറഞ്ഞത്? ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പല്ല, തീർത്തും പേഴ്സണലായ അത്യാവശ്യം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പോലും പുറപ്പെടും മുൻപ് പറയാതിരുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ രണ്ടാളുടെയും മനസ്സിലുണ്ടെന്നറിയാം. ഒക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം. കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ പോകാമല്ലോ. കാർത്തു ആദ്യം ഒന്ന് നോക്കിയ ശേഷം മനുവിനെയും കാശിയെയും നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡാഡ്, എന്തായി മഹാദേവ് അങ്കിളിനെ കാണുന്ന കാര്യം? നാളെ എന്തായാലും ഒരു തീരുമാനം നമുക്കുണ്ടാക്കാം. അതുപോരെ? അവരിപ്പോൾ ഏതോ ബന്ധുവിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് മഹാദേവ് സംസാരിക്കാതിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഡേയ്സ് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടു നിൽക്കാറുള്ള ഒരാളല്ല മഹാദേവ്. അതെന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക ഡാഡ്. അല്ല, ഫാമിലി ഫംഗ്ഷന് വേണ്ടി പോയിരിക്കുകയാണെങ്കിൽ നാദും ഒപ്പം പോകേണ്ടതല്ലേ? എന്നിട്ട് നാദ് ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. കാശിയും മനുവും എന്തോ ഒഫീഷ്യൽ ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന് ബാംഗ്ലൂരിലേക്ക്. 2 ഡേയ്സ് കഴിഞ്ഞേ വരുള്ളൂ. മേ ബി അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ടാവും അവർ ഓഫീസിൽ വന്നിരുന്നത്. നീ ഇങ്ങനെ സെൻസിറ്റീവായി ചിന്തിക്കരുത് മോളെ. അറിയില്ല ഡാഡ്, നാദിൻ്റെ കാര്യത്തിൽ ഞാൻ സെൻസിറ്റീവായി പോകുന്നത് പോലെ. സോറി ഡാഡ്. മൂളിക്കൊണ്ട് അയാൾ കയ്യിലിരുന്ന് സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചു. ഇതെന്നതാടാ, നീ അമ്പലത്തിൽ തൊഴാൻ വല്ലതും പോകുവാണോ? ഫുൾ കൈ ഷർട്ടും കസവിൻ്റെ മുണ്ടും കൊടുത്ത് നനഞ്ഞ മുടി കൈകൊണ്ട് മാടി ഒതുക്കി വരുന്ന ജിത്തുവിനെ കണ്ട അന്തം വിട്ടാണ് സിദ്ധു ചോദിച്ചത്. ഡാഡാ, എന്താ ഈ ഫാഷൻ ഷോയുടെ അർത്ഥമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി മോൻ. തന്നെ നോക്കി പുച്ഛിച്ച് കാറിലേക്ക് കയറുന്നവനെ സിദ്ധു പിടിച്ചു നിർത്തി. എന്താടാ നിനക്ക്? ദേ, വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാ പുരുഷന്മാർക്കും ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതിൽ ചോദ്യം ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അതിപ്പോൾ അളിയനാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും. അത്രയും പറഞ്ഞ് കാറിലേക്ക് കയറുന്നവനെ സിദ്ധു കണ്ണുമിഴിച്ചു നോക്കി. പിള്ളചേട്ടോ, ഇവിടെ ഒരുത്തൻ്റെ തലയ്ക്ക് തളം വെക്കാനുള്ള സമയമായെന്ന് തോന്നുന്നേ. അതിനുള്ള നെല്ലിക്ക ഇപ്പോൾ തന്നെ ഓർഡർ പറഞ്ഞേക്കാമല്ലേ? മിറലിൽ സ്വന്തം മുഖം നോക്കി സൂപ്പർ എന്ന ആക്ഷൻ കാണിക്കുന്ന ജിത്തുവിനെ നോക്കിയാണ് സിദ്ധു അത് പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. എൻ്റെ അത്രയും ഗ്ലാമർ ഇല്ലാത്തതിൻ്റെ അഹങ്കാരം അല്ലടാ നിനക്ക്. നമ്മുടെ കേരള പോലീസിലുണ്ടോ ഇത്രയും നല്ലൊരു സുന്ദരൻ പോലീസുകാരൻ? അപ്പോൾ പിന്നെ അവിടുത്തെ പെൺകുട്ടികളൊക്കെ എന്നെ അങ്ങ് ഇഷ്ടപ്പെടാനാണ് ചാൻസ്. പിള്ളച്ചേട്ടൻ ചിരിക്കുന്നത് കണ്ട് രണ്ടാളെയും പുച്ഛത്തോടെ നോക്കിയാണ് ജിത്തു പറഞ്ഞത്. എവിടുത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന്? അല്ല, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെ പെൺകുട്ടികൾക്ക്. എന്താ അവിടെ പെൺകുട്ടികളില്ലാത്ത സംസ്ഥാനമാണോ? സംസ്ഥാനമല്ലടാ, രാജ്യം. നിന്നെയൊക്കെ ആരടാ പോലീസിലെടുത്തത്? അത് ഞാൻ കൊളോക്കിലായി പറഞ്ഞതല്ലേ. ആ, കൊളമാക്കാൻ അല്ലേലും നീ മിടുക്കനാ. ഇനി മിണ്ടാതിരുന്നോണം, അല്ലേലെടുത്ത് പുറത്തോട്ട് എറിയും ഞാൻ. ഓവ്. അപ്പം നമുക്ക് പോയാലോ? തിരിഞ്ഞു പിള്ളച്ചേട്ടനെ നോക്കിയാണ് സിദ്ധു അത് ചോദിച്ചത്. അവിടെ നിറഞ്ഞ ചിരി കണ്ടതും സിദ്ധു വണ്ടി മുൻപോട്ടെടുത്തു. ഡാ കണ്ണ, ഇനി നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോയാലോ? എനിക്ക് വിശക്കുന്നു. കാശി നെറ്റിച്ചുളിച്ച് മനുവിനെ നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നീയല്ലേ അരമണിക്കൂർ മുൻപ് നൊസ്റ്റാൾജിയ ചായക്കടയെന്ന് പറഞ്ഞ് 3 ഏത്തപ്പഴയും 2 ചായയും ഒക്കെ കഴിച്ചത്? ഓ, അതാണോ? അത് അരമണിക്കൂർ മുൻപേ അല്ലേ? ഇപ്പം പിന്നെയും വിശക്കുന്നു. അല്ലേലും അതൊക്കെ എൻ്റെ ലഘുഭക്ഷണമാണ്. ഓ, അങ്ങനെ നീ പെട്ടു മോളെ കാർത്തു. കാശി പറയുന്നത് കേട്ട് കാർത്തു ചിരിച്ചുകൊണ്ട് തന്നെ മനുവിനെ നോക്കി. അവൻ്റെ ഈ നോട്ടം തൻ്റെ മുഖത്താണെന്ന് കണ്ടവൾ വേഗം നോട്ടം മാറ്റി. മനുവിൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ദാ, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനി ഫുഡ് കഴിക്കാതെ നീ വയലൻ്റ് ആവണ്ട. അത് പറഞ്ഞ് കാശി വണ്ടി സൈഡിൽ ഒതുക്കി എല്ലാവരും കാറിൽ നിന്നിറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. മനു. ആദിയുടെയും കാത്തുവിൻ്റെയും ഒപ്പം അകത്തേക്ക് കയറാൻ നിന്ന മനുവിനെ കാശി അടുത്തേക്ക് വിളിച്ചു. അവരോട് അകത്തേക്ക് പോകാൻ പറഞ്ഞവൻ കാശിക്കടുത്തേക്ക് നടന്നു.
എന്താടാ? കാശിയുടെ മുഖത്തെ ഗൗരവം കണ്ടവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ചുറ്റുമൊന്ന് വീക്ഷിച്ചുകൊണ്ടവൻ തിരിഞ്ഞു നാദിയെയും കാർത്തുവിനെയും നോക്കി. കാശിക്കടുത്തേക്ക് വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, പിന്നെന്താ? എന്തൊക്കെ സംഭവിച്ചാലും മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. കാശിക്കടുത്തേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജീപ്പിലേക്ക് അവൻ ദേഷ്യത്തോടെ നോക്കി. ആദ്യവും കാത്തും അകത്തേക്ക് കയറിയെന്ന് ഉറപ്പുവരുത്തി കാശി തൻ്റെ ഇൻസേർട്ട് ചെയ്ത ഷർട്ട് പുറകിൽ നിന്നൊരു ഗൺ പുറത്തെടുത്തു. പെട്ടെന്ന് തന്നെ ജീപ്പ് സ്റ്റാർട്ടാവുന്നതും അവരെ കടന്ന് വളരെ വേഗത്തിൽ പോകുന്നതും ചുണ്ടിലൂറിയ ചിരിയോടെ രണ്ടുപേരും നോക്കി നിന്നു. ശേഷം ഗൺ പഴയപടി വെച്ചവർ അതേ ചിരിയോടെ അകത്തേക്ക് നടന്നു. കുട്ടികൾ വിളിച്ചോ ജോ? ആ മായേട്ടാ, കുറച്ചു മുൻപേ വിളിച്ചു. അവർ ഫുഡ് കഴിക്കാൻ കയറിയെന്ന്. ഇനിയിപ്പോൾ പാലക്കാട് എത്തിയിട്ട് വിളിക്കാമെന്ന മണിക്കുട്ടൻ പറഞ്ഞത്. മഹിയുടെ പ്ലേറ്റിലേക്ക് കുറച്ചുകൂടി വിളമ്പിക്കൊണ്ടാണ് ജ്യോതി പറഞ്ഞത്. രാവിലെ ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ് അച്ഛന്മാരും അമ്മമാരും എല്ലാവരും. അപ്പോൾ അവർ വിളിക്കട്ടെ, അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യേണ്ട കേട്ടോ. പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണൻ എന്നോട് ഇന്നലെ രാത്രിയാണ് ഈ കാര്യം പറഞ്ഞത്. എന്ത്? നിങ്ങൾ ഇന്നലെ ഗേറ്റിന് വെളിയിൽ പോയിന്ന് പറഞ്ഞതോ? വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതൊക്കെ കണ്ടുപിടിച്ചായിരുന്നോ? കേട്ടോ രാധുമോളെ, ഇവനില്ലേ ഈ വാസുക്കുട്ടൻ, ഇവനായിരുന്നു ഞങ്ങളുടെ CID. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി, കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു തരും. അതിന് വല്ല പെൺപിള്ളേരുടെയും പേരാണെങ്കിലും. അത്രയും പറഞ്ഞ് മഹാദേവൻ പൊട്ടിച്ചിരിച്ചു. ചുറ്റും നിശബ്ദതയാണെന്നറിഞ്ഞതും തല ഉയർത്തി എല്ലാവരെയും നോക്കി അയാൾ. അല്ല, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഗൗരവം കണ്ടത് മഹാദേവൻ പറഞ്ഞൊപ്പിച്ചു. ആരും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അയാളുടെ മുഖം കുനിഞ്ഞു. ഇല്ല രാധു, ഞാൻ മോൾ ഉദ്ദേശിക്കുന്നത് പോലെ പറഞ്ഞതല്ല, അതൊക്കെ വെറുതെ ഒരു തമാശയ്ക്ക്. രാധു വേഗം അയാളുടെ മുഖത്തേക്ക് നോക്കാതെ കുനിഞ്ഞു കളഞ്ഞു. ഒരാശ്രയത്തിനൊന്നും ലക്ഷ്മിയെ നോക്കിയപ്പോഴേക്കും അവിടെയും കാർമേഘം മൂടിയ പോലെ മഹാദേവന്റെ തല പതിയെ താണു. അയ്യേ! എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത് കേട്ടയാൾ തല ഉയർത്തി നോക്കി. അയ്യേ, മഹിയേട്ടന് പറ്റിച്ചേ! രാധു ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട അയാളുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. എടി കാന്താരികളെ, വെറുതെ എന്നെ പേടിപ്പിച്ചു. ഡോ തെണ്ടികളെ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മഹാദേവൻ നിറഞ്ഞ ചിരിയോടെ എല്ലാവരോടും പറഞ്ഞു. നിന്റെ ഈ ചമ്മിയ മുഖമൊന്ന് കാണാനല്ലേടാ, വിട്ടുകളാ അല്ലേടാ? വാസുദേവൻ പറഞ്ഞുകൊണ്ട് ആനന്ദിനെയും സൂര്യനെയും നോക്കി. അതെ, മഹിയേട്ടൻ്റെ വാല് മുറിഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂര്യനും കൂടി പറഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങിയിരുന്നു. മഹാദേവൻ ചമ്മി എല്ലാവരെയും നോക്കി ചിരിച്ചു. ഡാ പറ, എന്ത് കാര്യമാ കണ്ണൻ പറഞ്ഞത്? ആനന്ദാണത് ചോദിച്ചത്. അത് പറയാനാണല്ലേ വന്നത്, പക്ഷെ റൂട്ട് മാറിപ്പോയി. അതെന്താന്ന് വെച്ചാലേ, കുട്ടികൾ വരുന്നത് വരെ നമ്മളെല്ലാവരും ദേവമംഗലത്തിലേക്ക് പോയി നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തിരികെ എത്തുമ്പോൾ തിരികെ വരാമല്ലോ. അതെന്താ, ഇവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്താവും കണ്ണനെ അങ്ങനെ പറഞ്ഞത്? വാസുദേവൻ സംശയത്തോടെ ആനന്ദിനെ നോക്കി. അതേ മഹി, ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ? എത്രയൊക്കെ സിമ്പിളാണെന്ന് പറഞ്ഞാലും കല്യാണല്ലേ മഹി ഇത്. എങ്കിലും കണ്ണൻ എന്തിനാവും അങ്ങനെ പറഞ്ഞത്? നിന്റെ സംശയം ശരി തന്നെയാണ് അനന്തു. കാര്യകാരണങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ എനിക്ക് നിർവാഹമില്ല. അത് കണ്ണൻ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എൻ്റെ മക്കൾ അവരുടെ ജീവൻ കൊടുത്തായാലും ആദിയെയും കാത്തുവിനെയും സംരക്ഷിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം സീരിയസ് ആണോ പ്രശ്നം? എന്താണെന്ന് ചോദിക്കുന്നില്ല. കണ്ണനും മനുവും ഞങ്ങളെ കുട്ടികൾ തന്നെയാണ്. അവർക്കെന്നൊന്നാലും ഞങ്ങൾക്ക് സഹിക്കില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിടാമല്ലോ. അതേ മഹി, എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയേ. വാസുദേവനോടുകൂടി പറഞ്ഞതും മഹി എല്ലാവരെയും നോക്കി. പറയാം, എല്ലാം പറയാം. പക്ഷെ ഇവിടെ വെച്ചല്ല, ദേവമംഗലത്ത് ചെന്നിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറയാം നിങ്ങളോട്. അതുപോരെ? അതുവരെ എന്നെ നിർബന്ധിക്കരുത്. ശരി, പോവാം നമുക്ക്. ആനന്ദ് വാസുദേവനെ നോക്കിയാണത് പറഞ്ഞത്. ഇനി ഒരുപാട് ദൂരമുണ്ടോടാ? ഏയ്, കുറച്ചുകൂടെ ഉള്ളൂ. പിള്ളച്ചേട്ടന് ബോറടിച്ചോ? ജിത്തുവിന് മറുപടി കൊടുത്ത് സിദ്ധു പുറകിലേക്ക് തിരിഞ്ഞ് പിള്ളച്ചേട്ടനെ നോക്കി. ഏയ് ഇല്ല മോനെ, യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ലെന്ന് മാത്രം. അതിനെന്താ, ഇനി എനിക്കും ഇവനും സ്ഥലം മാറ്റം കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് യാത്ര ചെയ്യാലോ. അത് പറഞ്ഞ് സിദ്ധു ഉച്ചത്തിൽ ചിരിക്കുന്നത് കണ്ണു നിറയെ കാണുകയായിരുന്നു ജിത്തു. നീ എന്തിനാ എന്നെ ഇടയ്ക്കിങ്ങനെ നോക്കിയിരിക്കുന്നേ? ഞാനേ നിന്റെ പെങ്ങടെ കെട്ടിയോനാണ്, അല്ലാതെ നിന്റെ കെട്ടിയോളല്ല. തന്നെ കളിയാക്കി ചിരിക്കുന്ന സിദ്ധുവിൻ്റെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ആണോടാ? ഇവിടെ അടുത്ത് മാളേതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ കയറണ്ടേ?
ആ വേണടാ, ഇവിടുന്ന് കുറച്ചുകൂടി പോകുമ്പോഴുണ്ട്. കുറച്ച് ബേക്കറി ഐറ്റംസും ഡ്രസ്സുമൊക്കെ വാങ്ങണം, പിന്നെ കുറച്ച് ടോയ്സും. അതെന്തിനാ? നമ്മൾ പോകുന്നിടത്ത് കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കാശിയും മനുവും സംസാരിക്കുന്നത് കേട്ട് കാത്തുവാണത് ചോദിച്ചത്. അതോ, അവിടെ ഒരു വാവ നമ്മളെ നോക്കിയിരിപ്പുണ്ട്. അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. നിങ്ങൾക്കല്ലേ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ നന്നായി അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. മനു ആദിയെയും കാത്തുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് കാശിയെ നോക്കി. അല്ലേലും എൻ്റെ സെലക്ഷൻ എല്ലാം സൂപ്പറാണ്. അതെ അതെ, കാത്തൂട്ടിയുടെ സെലക്ഷൻ അല്ലേലും സൂപ്പറാ. പക്ഷേ ആദിയുടെ സെലക്ഷൻ അത്ര പോരാ. അയ്യോ. ഒളിയന്നിട്ട് നോക്കി മനു പറഞ്ഞു തീരും മുൻപേ കാശിയുടെ കൈ അവൻ്റെ പുറത്ത് വീണിരുന്നു. തെണ്ടി, എന്തൊരടിയാട അടിച്ചേ? പിന്നല്ലാതെ, നിന്റെ ചാട്ട എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായുന്നുണ്ട്. കാത്തു പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് മനു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അത് കണ്ടതും കാത്തു വാപൊത്തി. കാത്തു നിന്നോടും ആദിയോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവൂ. എന്താ? കാത്തു സംശയത്തോടെ മനുവിനെ നോക്കി. അത് പിന്നെ ആദിയെക്കുറിച്ചാണ് എൻ്റെ ഒരു സംശയം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയൊന്നും വേണ്ട. എന്താ മനുവേട്ടാ, ഇത്രയും ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ ഞങ്ങളോടൊരു കാര്യം ചോദിക്കാൻ? കാത്തുവിൻ്റെ മനുവേട്ട എന്നുള്ള വിളി കേട്ട് മനു അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കി. അവിടെ ഭാവവ്യത്യാസമൊന്നും കാണാത്തത് കണ്ട് അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. നീ ഇങ്ങനെ കാത്തുവിനെ നോക്കിക്കൊണ്ടിരിക്കാതെ കാര്യം പറയുന്നുണ്ടോ? ആരുവിൻ്റെ എന്ത് കാര്യമാണ് നിനക്കറിയേണ്ടത്? കാശി മനുവിൻ്റെ തോളിൽ തട്ടി. ആ പറയാടാ. കണ്ണ, നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യം നമ്മുടെ ഓഫീസിൽ വന്ന പോലീസ് ഓഫീസറിനെ CCTV ഫുട്ടേജൊക്കെ കാണിച്ചു വിരട്ടിയത്? ഏത്, എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നതാണോ? ആ അതേടാ, അത് തന്നെ. അന്ന് ഞാൻ ആദിയെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയല്ല, അന്ന് മുതൽ ആദിയെ ശ്രദ്ധിക്കുന്നു എന്ന് വേണം പറയാൻ. ആ പോലീസ് ഓഫീസറിനോട് കാണിച്ച ധൈര്യം പിന്നീട് ഒരിക്കൽ പോലും ആദിയിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതിയത്. മനു ആദിയെ നോക്കി. അവിടെ സങ്കടം കണ്ടവന് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. തെറ്റായി പോയോ ഞാൻ ചോദിച്ചത്? മനുവേട്ടൻ ചോദിച്ചത് ശരിയാണ്. മനുവേട്ടൻ്റെ സംശയവും ശരിയാണ്. ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല, അല്ലേ കാർത്തു? ആദ്യ കാർത്തൂനെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു. എന്താ മനുവേട്ടൻ അറിയേണ്ടത്? ആദ്യം എന്താ ഓഫീസിലെ സ്റ്റാഫിനോടൊന്നും മറുത്തൊന്നും അക്ഷരം പറയാത്തതെന്നോ? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞാൽ മതിയോ? മനു കാർത്തൂനെ നോക്കി. എൻ്റെ അച്ഛനും ആനന്ദച്ഛനും കൂടിയാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. ആ സമയത്തൊക്കെ സെയിൽസ്മാൻ്റെ റോളും ബില്ലിംഗ് സെക്ഷനൊക്കെ ഡീൽ ചെയ്തിരുന്നതും അവർ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാളും അപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ കുട്ടികളായതുകൊണ്ടാവാം ഞങ്ങൾ അവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ ആനന്ദച്ഛൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ വാസുവച്ഛൻ സോപ്പിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടത് ഒരു സ്ത്രീ ആനന്ദച്ഛനെയും വാസുവച്ഛനെയും ചീത്ത പറയുന്നതാണ്. ആദിയുടെ അന്നത്തെ സ്വഭാവം വെച്ച് ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും ആരെന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. അതിന് മുൻപിൽ നിൽക്കുന്നത് ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാലും അവൾക്കതിൽ ഒറ്റ ശരിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശരിയെന്നും അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തെ ആയിരിക്കുള്ളൂ. അന്നും അതുപോലെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ണും പൂട്ടി എതിർക്കുകയും ചീത്ത പറയുകയും ചെയ്തു ഞങ്ങൾ രണ്ടാളും കൂടെ. പക്ഷേ കാരണം എന്തായിരുന്നുവെന്നോ അവർ ആരായിരുന്നുവെന്നോ ഒന്ന് അന്വേഷിക്കുക കൂടെ ചെയ്തില്ല. ആനന്ദച്ഛൻ്റെയും അച്ഛൻ്റെയും ദേഷ്യം കണ്ടപ്പോഴാണ് ചെയ്തത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായത്. ആ സ്ത്രീ അന്ന് പോലീസ് കംപ്ലൈൻ്റൊക്കെ കൊടുത്തു. സമാധാനമായി സംസാരിച്ച് തീർക്കാമായിരുന്ന ഒരു കാര്യം ഞങ്ങളിവിടെ വലിയൊരു പ്രശ്നമാക്കി. അതോടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമായി. ആനന്ദച്ഛൻ്റെ ദേഷ്യം അന്നാണ് ഞങ്ങൾ ആദ്യമായി കണ്ടത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് കസേരയൊക്കെ അടിച്ച് പൊട്ടിക്കുകയും സ്വന്തമായി കൈയൊക്കെ ഭിത്തിയിൽ ഇടിക്കുകയൊക്കെ ചെയ്തു. രണ്ടാളും അന്ന് ശരിക്കും പേടിച്ചുപോയി. കിച്ചുവും കീർത്തുവും അന്ന് ചെറിയ കുട്ടികളായിരുന്നു. എല്ലാവരും അന്ന് പേടിച്ചിരുന്നു. ശരിക്കും എല്ലാവരേക്കാൾ ആദിക്ക് അത് വലിയൊരു ഷോക്കായി. കാത്തു ആദിയെ നോക്കിയൊരു വേദന നിറഞ്ഞ ചിരി ചിരിച്ചു. ആദി തിരിച്ചു. ആദി മനുവിന് നേരെ തിരിഞ്ഞു. ഇനി മേലിൽ അവർക്ക് വേണ്ടി ആരോടും പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അമ്മ കാൽക്കൽ വീണപ്പോൾ അത്രയും പറഞ്ഞ് ആദി മുഖം കുത്തിയിരുന്നു. അതേ മനുവേട്ട, അന്ന് മുതൽ ആദി ഇങ്ങനെയാണ്. അവൾ ആരോടും ദേഷ്യപ്പെടാറില്ല. പിന്നീട് ആനന്ദച്ഛനൊക്കെ ഒരുപാട് സംസാരിച്ചെങ്കിലും ഇവള് പഴയ ആദി ആയില്ല. ആരോടും മിണ്ടാതെ എപ്പോഴും എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പറഞ്ഞു തീർന്നപ്പോൾ കാത്തുവിൻ്റെയും കേട്ടിരുന്ന മനുവിൻ്റെയും കണ്ണു നിറഞ്ഞു. പക്ഷേ കാശിയുടെ മുഖത്ത് മാത്രം അലിവോടെയുള്ള പുഞ്ചിരിയായിരുന്നു. സിദ്ധു, എത്താറായോ നമ്മൾ? ആടാ, എത്താറായി. ഇനി കുറച്ചുകൂടെയുള്ളൂ. പിള്ളച്ചേട്ടനും ഓക്കെയല്ലേ? യാത്ര ചെയ്ത് ക്ഷീണിച്ചോ? നമ്മളിപ്പോൾ തന്നെ എത്തും കേട്ടോ.
സിദ്ധു പറഞ്ഞുകൊണ്ട് പിറകിലെ സീറ്റിലിരിക്കുന്ന പിള്ളച്ചേട്ടനെ നോക്കി. ക്ഷീണമൊന്നുമില്ല സിദ്ധു മോനെ, എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉന്മേഷവും സന്തോഷമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. പിന്നെ അവിടെ കാത്തിരിക്കുന്ന എൻ്റെ പേരക്കുട്ടിയെ കാണാനുള്ള സന്തോഷം ചെറുതൊന്നുമല്ല. ഞാൻ മാത്രമല്ലല്ലോ, കുഞ്ഞിൻ്റെ അച്ഛനും മാമച്ചനുമൊക്കെ അതേ അവസ്ഥയിൽ തന്നെയല്ലേ. കൊതിയാവുന്നു മക്കളെ, സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ. നിങ്ങൾ എനിക്കിങ്ങനെ ഒരു സ്ഥാനം വെച്ച് നീട്ടിയത് കൊണ്ടാവാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെ ഒരാഗ്രഹം തോന്നുന്നു. ഇത്രയും നാളും ഇങ്ങനെ ഒരു സ്ഥാനമോ സ്നേഹമോ വെച്ച് നീട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ജോലിക്ക് പോകും, ചിലപ്പോൾ രോഗികളെ നോക്കാനാവും, മറ്റു ചിലപ്പോൾ വൃദ്ധരായവർക്ക് ഒരു കൈത്താങ്ങിനാവും. അവിടെയൊക്കെയുള്ള കുഞ്ഞു കുട്ടികൾ കളിയും ചിരിയുമൊക്കെ സന്തോഷത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കയ്യിലെടുക്കാനും താലോലിക്കാനും എന്നുള്ള അനുവാദം നമുക്കില്ലല്ലോ, അതുകൊണ്ട് മാറി നിൽക്കും. കണ്ണുനീർ ഉരുണ്ടുകൂടുന്ന പിള്ളച്ചേട്ടനെ ജിത്തുവും സിദ്ധുവും നിറകണ്ണുകളോടെ നോക്കി. അവിടെ ചെല്ലുമ്പോൾ വാവയെ എഴുന്നേൽപ്പിക്കുന്നത് മുതൽ ഉറക്കുന്നത് വരെ സ്വന്തമായി ചെയ്തോണം. പിന്നെ അപ്പൂപ്പൻ്റെ സ്പെഷ്യൽ കഥകളും പറഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ കുഞ്ഞാവ നല്ല ഇടിയോ തൊഴിയോ തന്നാലും സ്വീകരിക്കേണ്ടി വരും. ജിത്തു അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണുനീർ തുടച്ച് പിള്ളച്ചേട്ടനും ചിരിച്ചു. ആദി, ദാ ആ നിൽക്കുന്നവൻ കുറേ നേരമായല്ലോ നമ്മളെ തന്നെ നോക്കുന്നു. നീയും കുറേ നേരമായല്ലോ അവനെ തന്നെ നോക്കുന്നു. പൊട്ടി, ഞാൻ ആദ്യം നോക്കിയെന്നുള്ളത് നേരാ, പക്ഷെ ഈ നിൽക്കുന്ന ഗുണ്ടയെ പോലുള്ള ഇവനെയല്ല. ദാ അവിടെ കണ്ടോ, കണ്ണാടിയൊക്കെ വെച്ച് ഒരു ജെന്റിൽമാനെ. അവനെയാ ഞാൻ നോക്കിയത്. അത് പറ, നീ നോക്കിയത് ഇയാളെയാണെന്ന് കരുതിയാവും. കണ്ണുകൊണ്ടുള്ള ഈ പരാക്രമം. നീ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ കാർത്തു. വെറുതെ പുലിവാല് പിടിക്കേണ്ട, കൂടെയുള്ളത് ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ. സാധനങ്ങൾ വാങ്ങാൻ കാശിക്കും മനുവിനുമൊപ്പം ആളിൽ കയറിയതാണ് ആദിയും കാർത്തുവും. കൊണ്ടുപോകാനുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ആദിക്കും കാർത്തുവിനും ഡ്രസ്സ് നോക്കാനായി ലേഡീസ് സെക്ഷനിൽ വന്നതാണവർ. അവിടെ വെച്ചാണ് ആരോ തന്നെ വാച്ച് ചെയ്യുന്നത് കാർത്തു കണ്ടത്. താൻ നോക്കിയത് കൊണ്ടാവുമെന്ന് കരുതിയെങ്കിലും ശ്രദ്ധിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടും പിറകെ വരുന്നത് കണ്ട് അവൾക്കുള്ളിലൊരു ഭയം തോന്നി. ആദി, കളി കാര്യമായെന്ന് തോന്നുന്നടി. അയാളിതാ എൻ്റെ പിറകിൽ നിന്ന് മാറുന്നില്ല. മനുവേട്ടനോ കണ്ണേട്ടനോ വല്ലതും കണ്ട തീർന്നു, അടി ഉറപ്പ്. എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനല്ലേ നമ്മൾ പോകുന്നത്. അപ്പം അടിയും വഴക്കും കഴിഞ്ഞാണോ ചെല്ലേണ്ടത്? എന്ത് പ്രധാനപ്പെട്ട കാര്യം? ആദിയുടെ വാപ്പൊളിക്കൽ കണ്ട് ചിരിച്ചത് തിരിഞ്ഞ് കാർത്തു ആരെയോ തട്ടി നിന്നു. അത് നേരത്തെ കണ്ട ജെന്റിൽമാനാണെന്ന് കണ്ടതും അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് പിടക്കോഴി പതിയെ തലപൊക്കി. സോറി. മുൻപിൽ നിന്ന് സോറി പറയുന്നവനെ അവൾ കണ്ണു തള്ളി നോക്കി. അയ്യോ, ഞാനാണ് തട്ടിയത്, സോറി, ഞാൻ കണ്ടില്ല, അതാ. മറുപടി പറയാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. കാർത്തു അവൻ പോയ വഴിയെ എത്തി നോക്കി. സോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? പിറകിൽ നിന്നൊരു ചോദ്യം കേട്ടവൾ തിരിഞ്ഞു നോക്കി. എളിയിൽ കൈക്കൊത്തി തന്നെ കൂർപ്പിച്ചു നോക്കുന്ന മനുവിനെ കണ്ടവൾ ഒന്ന് ഞെട്ടിയെങ്കിലും നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. എക്സ്ക്യൂസ് മീ. ആദ്യം തിരിഞ്ഞു നോക്കി. ഹായ്, ഐ ആം നീരജ് മാധവ്. ട്രയൽ റൂമിലേക്ക് പോവുകയായിരുന്ന ആദി അപ്പോഴാണ് നേരത്തെ കണ്ട ജെന്റിൽമാൻ ആദിയെ വിളിക്കുന്നത്. എന്താ? ഓ, മലയാളി ആയിരുന്നോ? അയാൾ ആദിക്കടുത്തേക്ക് വന്നു. ആദി സംശയത്തോടെ കുറച്ച് പുറകിലേക്ക് മാറി. ഹേയ്, പേടിക്കേണ്ടടോ, ഞാൻ തന്നെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. ആദി കണ്ണുകൾ കൊണ്ട് കാശിയെ പരതി. ആരെയാ നോക്കുന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നെയിം ഒന്ന് പറയാമോ? ആദി വെപ്രാളത്തോടെ വീണ്ടും ചുറ്റും നോക്കി. ഡോ, തന്നോട് ചോദിക്കുന്നത് ഞാനും, താൻ നോക്കുന്നത് മുഴുവൻ മറ്റാരെയോ ആണല്ലോ. ആദ്യം നേരെ നോക്ക്. ആദ്യം നെറ്റിച്ചൊളിച്ച് അയാളെ നോക്കിയ ശേഷം തിരികെ നടന്നു. ഡി, നീ എന്താ ആളെ കളിയാക്കുകയാണോ? ഊമയൊന്നുമല്ലല്ലോ, പിന്നെന്താ നിനക്ക് വാ തുറന്ന് മറുപടി പറഞ്ഞ? വേഗത്തിൽ നടക്കാൻ തുടങ്ങിയവളുടെ മുൻപിൽ കയറി നിന്നവളെ തടയാൻ അവന് അധിക സമയം വേണ്ടി വന്നില്ല. ആദ്യം തിരിഞ്ഞ് കാശി എവിടെയെന്ന് കൂടെ ഒന്ന് നോക്കി. ഫോൺ കാറിൽ തന്നെ വെച്ചത് മണ്ടത്തരമായി പോയി എന്നവൾക്ക് തോന്നി. മോള് സാരയാ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്? ഏയ്, ഞാൻ വെറുതെ ഈ മാളിൻ്റെ ഭംഗിയൊക്കെ. മനുവിൻ്റെ ചോദ്യത്തിൽ ഒന്ന് ചൂളിപ്പോയെങ്കിലും അത് മറച്ചു വെച്ചവൾ മറുപടി പറഞ്ഞു. എന്തേ, ഈ മാള് വാങ്ങാൻ വല്ല പ്ലാനുമുണ്ടോ? അതിനവളൊന്ന് ഇളിച്ചു. ഇളിക്കുകയൊന്നും വേണ്ട, മനസ്സിലായി. ഏതാവൻ? ഏത്? ഓ, പാവൊന്നും അറിയില്ല. ഇപ്പോൾ പോയില്ലേ ഒരു അമൂൽ ബേബി, അവൻ്റെ കാര്യം. ഓ, അതോ, ഏതാണെന്നറിയില്ല. ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് ചുമ്മാ സോറി പറഞ്ഞിട്ട് പോയെന്നേ. ഓ, ഡേഡി, അധികം കിടന്നുരുളല്ല കേട്ടോ. തമാശയ്ക്ക് നല്ലതാണ്, പക്ഷെ വലിയ സീരിയസ് ആയിട്ടുള്ള നോട്ടമൊന്നും വേണ്ട. അതിനാണ് ഞാൻ ഇവിടെ ഉള്ളത്. നോക്കണമെന്ന് തോന്നിയ എന്നെ നോക്കിക്കോ. മനു പറഞ്ഞുകൊണ്ട് തന്നെ കാർത്തുവിനടുത്തേക്ക് വന്നു.
കാത്തു മനുവിൻ്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ പിറകിലേക്ക് നടന്നു. ഡാ! ഉച്ചത്തിലുള്ള വിളി കേട്ട് മനുവും കാത്തുവും തിരിഞ്ഞു നോക്കി. ഫോണും കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന കാശിയെ കണ്ട് മനു കാർത്തുവിനടുത്ത് നിന്ന് മാറി നിന്നു. എന്തായിരുന്നു രണ്ടും കൂടെ? ഏയ്, ഞങ്ങൾ ചുമ്മാ ഈ മാള് വാങ്ങുന്ന കാര്യം. ആഹാ, ഇത് വാങ്ങാൻ പോവാണോ നിങ്ങൾ? കാശി മനുവിനെയും കാത്തുവിനെയും ചിരിച്ചുകൊണ്ട് മാറി മാറി നോക്കി. കാത്തു പതിയെ മനുവിൻ്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നു. മനുവിൻ്റെ പുറകിൽ നിൽക്കുന്ന കാത്തുവിനെ ഏന്തി നോക്കിയോ തലയാട്ടി ചിരിച്ചു കാശി. ആരൂട്ടി എവിടെ? അവൾ ട്രയൽ റൂമിൽ പോയിട്ടുണ്ടാവും. ആണോ? വാ നോക്കാം. കാശി അങ്ങോട്ടേക്ക് നടന്നു. കാത്തുവിനെ ഒന്ന് കണ്ണടിച്ച് കാണിച്ച് മനുവും കാശിയിൽ പോയ വഴിയെ നടന്നു. മുൻപിൽ നിന്ന് മാറ്, എനിക്ക് പോകണം. ആഹാ, അപ്പം നിനക്ക് സംസാരിക്കാനോ ഒക്കെ അറിയാമോ? ആദ്യം ഒന്നുകൂടെ കാശിയെ കണ്ണുകൊണ്ട് തിരഞ്ഞു. അവനെ ആരെയും കാണാതെ അവളുടെ കണ്ണ് നിറഞ്ഞു. നീ ആരെയായി നോക്കുന്നേ? ഇനി എന്തായാലും ഏത് കോല കൊമ്പൻ വന്നാലും നീ പേര് പറഞ്ഞിട്ട് പോയാൽ മതി. മുൻപിൽ നിന്ന് മാറാതെ നിൽക്കുന്നവനെ കാണുക എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുരുകി അവൾ. പ്ലീസ് മുൻപിൽ നിന്ന് മാറ്, എനിക്ക് പോകണം, എന്നെ തിരക്കുന്നുണ്ടാവും. പേര് പറഞ്ഞിട്ട് പോടി. മാറാൻ പറഞ്ഞു. തന്നെ കടന്നു പോകാൻ നോക്കുന്നവളെ കയ്യിൽ പിടിച്ചു നിർത്തിയവൻ. കയ്യിൽ നിന്ന് വിട്, ഇല്ലെങ്കിൽ. അടുത്ത നിമിഷം ആദിയുടെ കണ്ണു ചുവന്നു. കൈ ശക്തിയിൽ കുടഞ്ഞുകൊണ്ടവൾ പിറകിലേക്ക് മാറി. കൈ നിവർത്തി അവൻ്റെ ചെവിക്കല്ല് നോക്കി കൊടുത്തു ഒരടി. ഇനി മേലിൽ അനുവാദമില്ലാതൊരു പെണ്ണിൻ്റെയും ദേഹത്ത് തൊട്ടു പോകരുത്. പകച്ചു നിൽക്കുന്നവൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞവൾ അവനെ മറികടന്നു. കണ്ണ, നമ്മുടെ ആദ്യ തന്നെയാണോടാ അത്? ദ റിയൽ ആദിരുദ്ര ഇസ് കം ബാക്ക്. കാർത്തു പറഞ്ഞുകൊണ്ട് ആദിയെ തന്നെ നോക്കി നിന്നു. കാശിയും മുൻപിൽ നടന്നത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. ആദി മോളെ, നിനക്കിത്ര ധൈര്യം ഉണ്ടായിരുന്നോ? ആദി അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് മനുവാണ് ചോദിച്ചത്. നീ ആളെ തല്ലുന്നതും പഞ്ച ഡയലോഗ് അടിക്കുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടു. കണ്ണും മിഴിച്ച് നോക്കുന്നവളുടെ മറുപടി മനു തന്നെ കൊടുത്തു. ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്ത് ഗൗരവം വരുത്തി. ആരു, എന്താ പ്രശ്നം? കാശി ആദിയോട് ചോദിച്ചുകൊണ്ട് നീരജിനെ തിരിഞ്ഞു നോക്കി. അത് ആദി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മനു നീരജിനെ തൻ്റെ ഫോൺ ക്യാമറയിൽ പകർത്തിയിരുന്നു. ഒന്ന് നിന്നാട്ടെ നീരജ് മാധവ്. പാർക്കിങ്ങിൽ തൻ്റെ കാറിലേക്ക് നീരജ് ധൃതിയിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും കാശി പിറകിൽ നിന്ന് വിളിച്ചിരുന്നു. ഹു ആർ യു? നിനക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ നീരജ് മോനെ? ചോദിച്ചുകൊണ്ട് മനുവും കൂടി കാശിയുടെ അടുത്തേക്ക് നടന്നു വന്നു. നിങ്ങൾ ആരാ? ആ, അപ്പോൾ നീരജിന് മലയാളമൊക്കെ അറിയാലോ. മനു ചിരിച്ചുകൊണ്ട് നീരജിൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. നിനക്ക് ഞങ്ങളെ അറിയാൻ വഴിയില്ല, പക്ഷേ ഇതാ ആ കുട്ടിയെ പരിചയം കാണും. മനു പിറകിലേക്ക് കൈ ചൂണ്ടുന്നത് കണ്ട് നീരജ് അവിടെ നോക്കി. കൈകെട്ടി നിന്ന് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന ആദ്യം കണ്ടവൻ്റെ കണ്ണുമിഴിഞ്ഞു. ഐ ആം സോറി. സോറി പറഞ്ഞുകൊണ്ട് കാറിൽ കയറാൻ ശ്രമിക്കുന്നവനെ നോക്കി ചിരിച്ചുകൊണ്ട് മനു ഡോറടച്ച് ചാരി നിന്നു. അങ്ങനെ അങ്ങ് പോകില്ലേ? നിനക്ക് എൻ്റെ പെണ്ണിൻ്റെ പേരറിഞ്ഞിട്ട് ഇപ്പം എന്താ ഇത്ര അത്യാവശ്യം? കാശി നീരജിൻ്റെ കാറിൻ്റെ സൈഡിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. സോറി, ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി, അതുകൊണ്ട്. ഓഹോ, അങ്ങനെ അട്രാക്ഷൻ തോന്നുന്ന എല്ലാ പെൺകുട്ടികളോടും സാറ് പേര് ചോദിക്കുമോ? മനു നീരജിൻ്റെ തോളിൽ പൊടി തട്ടി കളയും പോലെ പറഞ്ഞു. ഏയ്, അത് സ്വാഭാവികമല്ലേ മനു. അട്രാക്ഷൻ തോന്നുന്ന പെണ്ണിനോട് പേര് ചോദിക്കാൻ തെറ്റൊന്നുമല്ല. പക്ഷെ തിരിച്ചൊരു അട്രാക്ഷനുമില്ലാത്തൊരു പെണ്ണിനെ തടഞ്ഞു നിർത്തി പേര് ചോദിക്കുന്നത് തെറ്റല്ലേ മനു? കാശി മനുവിനോട് ചോദിച്ചുകൊണ്ട് നീരജിനെ നോക്കി. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറ്റിയതാണെന്ന്, സോറി. കാശി ദേഷ്യം കൊണ്ടൊരു സെക്കൻഡ് കണ്ണടച്ചു പിടിച്ചു. ശേഷം കൈ നിവർത്തി നീരജിൻ്റെ മൂക്കിന് തന്നെ ഒരു പഞ്ച് കൊടുത്തു. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് തന്നെ നീരജ് പുറകിലേക്ക് വേച്ചുപോയി. അത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ മനു അവനെ പിറകിൽ നിന്നും താങ്ങിയിരുന്നു. ആദ്യത്തെ പകപ്പ് മാറിയതും നീരജ് തൻ്റെ മൂക്കിലെ ചോര തുടച്ചു മാറ്റി കാശിക്ക് നേരെ കൈ ഉയർത്തി. ഞൊടിയിടയിൽ കാശി അവൻ്റെ 2 കൈകളും ലോക്ക് ചെയ്തവനെ കാറിനോട് ചേർത്തു നിർത്തി. ഡോ പൊന്ന പുന്നാര മോനെ, നിന്നേക്കാൾ വലിയന്മാരുമായി കൊമ്പ് കോർത്തിട്ടുള്ളവനാണ് ഈ കാശിനാഥൻ. അതുകൊണ്ട് മോൻ തരത്തിൽ പോയി കളിക്കണം. നിനക്കുള്ളത് എൻ്റെ പെൺ തന്നതാണ്, അതുകൊണ്ട് ഞാനിതിൽ ഇടപെടേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ഈ കാശിനാഥൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ട അവൾ കരുതിയാലോ ഇങ്ങേരുതെന്ത് മനുഷ്യനാണെന്ന്. ഇനി അവൾ അങ്ങനെ കരുതിയില്ലേലും എന്നെ അറിയാവുന്നവരൊക്കെ കരുതില്ലേ കഥയിൽ മനഃപൂർവ്വം ഒരു ഫൈറ്റ് മിസ്സാക്കിയെന്ന്. അപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നീരജ് മോൻ കിട്ടിയതും കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. പിന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ KR ഗ്രൂപ്പ്സിലേക്ക് പോര്. അത്രയും പറഞ്ഞ് കാശി അവനെ സ്വതന്ത്രനാക്കി.
നീരജൊന്നും മിണ്ടാതെ കാറിൽ കയറി. കാറിലിരുന്ന് ആദിയെ നോക്കി അവൻ്റെ മുഖത്ത് വന്യമായൊരു ചിരി മിന്നി മറഞ്ഞു. അതെ, നമ്മൾ എത്തി കേട്ടോ. സിദ്ധുവിൻ്റെ കാർ ഒരു തറവാടിന് മുൻപിലായി നിന്നു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. തറവാടിനുള്ളിൽ നിന്ന് പോലീസ് യൂണിഫോമിൽ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് സിദ്ധുവിനെ സല്യൂട്ട് ചെയ്തു. വെൽക്കം സർ. താങ്ക് യു. അവരെത്തിയില്ലേ? നോ സർ, ഓൺ ദി വേ. സിദ്ധുവേട്ടാ. തനിക്കൊത്തിരി പരിചിതമായ ആ ശബ്ദം കേട്ടവൻ അങ്ങോട്ടേക്ക് നോക്കി. അച്ചു. ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായതുപോലെ തോന്നി സിദ്ധുവിന്. ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ ജിത്തുവും മുൻപിൽ കണ്ട കാഴ്ചയുടെ അമ്പരപ്പിലായിരുന്നു. കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുമ്പോഴും ആവേശത്തോടെ അവൻ കണ്ണു തുടച്ചവളെ തന്നെ നോക്കി നിന്നു. സിദ്ധു, നമ്മുടെ അച്ചു. തൊണ്ടയിടറുന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞൊപ്പിച്ചു. സിദ്ധു ജിത്തുവിനെ നിറകണ്ണുകളോടെ നോക്കി ചിരിച്ചു. കണ്ണ് രണ്ടും അമർത്തി തുടച്ച് തൻ്റെ നേർക്ക് ഓടി വരുന്ന തൻ്റെ പ്രാണനെ നെഞ്ചോടി ചേർക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു സിദ്ധു. അടുത്ത നിമിഷം അവൾ അവൻ്റെ കൈക്കുള്ളിലേക്ക് അമർന്നിരുന്നു. പരസ്പരം നിറുക്കെ കെട്ടിപ്പുണർന്ന് നിൽക്കുമ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു രണ്ടുപേരും. അച്ചു. ആർദ്രമായിരുന്നു സിദ്ധുവിൻ്റെ ശബ്ദം. അവളൊന്ന് തല ഉയർത്തി അവനെ നോക്കി. പക്ഷെ അവൻ്റെ ചൂടിൽ നിന്ന് വിട്ടു പോകാൻ മടിയുള്ളതുപോലെ ഒന്നുകൂടെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അച്ചൂട്ടി, നമ്മുടെ. പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ ഒരു മണിക്കിലുക്കം കേട്ടവൻ തിണ്ണയിലേക്ക് നോക്കി. നിറയെ മണികളുള്ള തലയിൽ സുന്ദരമായ ഒരു കുഞ്ഞു കാൽപാദം കണ്ടവൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാർ മിന്നിയതുപോലെ തോന്നി. അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കൈകൾ അയഞ്ഞു. ക്രമാതീതമായി അവൻ്റെ നെഞ്ചിടിപ്പുയർന്നു. അതറിഞ്ഞവൾ തിരിഞ്ഞു നോക്കി. നിച്ചൂട്ടൻ, നമ്മുടെ കുഞ്ഞ്. അച്ചു പറഞ്ഞത് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സിദ്ധു പതിയെ കുഞ്ഞിനടുത്തേക്ക് നടന്നു. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുകയാണ് നിച്ചൂട്ടൻ. സിദ്ധുവിനെ കണ്ടതും വെള്ളാരം കണ്ണുകൾ മിഴിച്ചു നോക്കുകയാണവൻ. അച്ഛാ. ഒരു നിമിഷം സിദ്ധുവിൻ്റെ കാലുകൾ നിശ്ചലമായി. കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. തൻ്റെ ജീവൻ്റെ പാതയെ കൺകുളിർക്കെ നോക്കി നിന്നവൻ. അച്ഛയുടെ പൊന്നെ. പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടവൻ കുഞ്ഞിനെ വാരിയെടുത്തു. തൻ്റെ ജീവന് ചുംബനം കൊണ്ട് മൂടുമ്പോൾ ഇക്കിളിയെടുത്തു നിച്ചൂട്ടൻ പൊട്ടിച്ചിരിച്ചു. ഒന്നുകൂടെ വിളിച്ചയുടെ ചക്കര അച്ചാന്ന്. ഒന്ന് കേൾക്കട്ടെ പൊന്നെ. ഒന്നും മിണ്ടാതെ സിദ്ധുവിനെ നോക്കി തൻ്റെ കുഞ്ഞരിപ്പല്ല് കാണിച്ച് ചിരിച്ചു കുഞ്ഞൻ. എന്നിട്ട് തിരിഞ്ഞ് അച്ചുവിനെ നോക്കി വാപൊത്തി ചിരിച്ചവൻ. അച്ചു അപ്പോഴേക്കും ജിത്തുവിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അവനും സന്തോഷമായിരുന്നു. നഷ്ടപ്പെട്ടവൻ കരുതിയിരുന്ന തൻ്റെ അനിയത്തിയെ തിരികെ തന്നതിന്. ദൈവത്തോടും സിദ്ധുവിനോടും മനസ്സുകൊണ്ട് നന്ദി പറയുകയായിരുന്നു ജിത്തു. ഡാ കുറുമ്പ. ആ വിളി കേട്ടതും നിച്ചൂട്ടൻ സിദ്ധുവിൻ്റെ കയ്യിലിരുന്ന് കുതറി. എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. കണ്ണേട്ടൻ. അച്ചു പറയുന്നത് കേട്ട് ജിത്തു നെറ്റി ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. കാശിനാഥ് മഹാദേവൻ. ജിത്തുവിൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. അതേസമയം കാശിക്കടുത്തേക്ക് പോകാൻ സിദ്ധുവിൻ്റെ കയ്യിലിരുന്ന് നിച്ചൂട്ടൻ കരയാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മുത്തിക്കൊണ്ട് സിദ്ധു കാശിയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. കാശിയും സിദ്ധുവിനെ കണ്ണിറയെ നോക്കി കാണുകയായിരുന്നു. നിറഞ്ഞ കണ്ണാരും കാണാതെ തുടച്ച് മാറ്റാനെന്നോണം നിച്ചൂട്ടിനെ തൻ്റെ കൈകളിലേക്കെടുത്ത് കാശി സിദ്ധുവിനെ നോക്കാതെ പതിയെ മാറി നിന്നു. അതറിഞ്ഞെന്നോണം ചിരിച്ചുകൊണ്ട് സിദ്ധു കാശിയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. കാശിയുടെ തോളിലേക്ക് മുഖമൊളിപ്പിച്ച് സിദ്ധുവും കുഞ്ഞിനെ തൻ്റെ മുഖത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കാശിയും കരയുക തന്നെയായിരുന്നു. കാറിൽ നിന്നിറങ്ങി ആദ്യം കാത്തുവും മുൻപിൽ കണ്ട കാഴ്ചകളുടെ അർത്ഥം എന്താണെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ഇതെന്താടിത്? ഇവരൊക്കെ കരയുന്നതിനെന്തേലും കാരണം കാണും. അല്ല, ഇതിലൊന്നും പെടാതെ നീ എന്തിനാ നിന്ന് മോങ്ങുന്നത്? എല്ലാവരെയും നോക്കി കണ്ണു തുടയ്ക്കുന്ന ആദിക്കടുത്തേക്ക് നീങ്ങി നിന്നാണ് കാത്തു ചോദിച്ചത്. ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടെ കാത്തുവിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ആദി. ഡി. മനുവിൻ്റെ വിളി കേട്ട് കാത്തു തിരിഞ്ഞവനെ നോക്കി. എന്തേ? ദാ ആ മസൽമാനെ കണ്ടോ? ഏത്? കണ്ണേറ്റിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളോ? അതുതന്നെ. ആളുടെ വൈഫും മോനുമാണിത്. നിച്ചൂട്ടൻ ജനിച്ചിട്ടെന്ന് ആദ്യമായാണ് അവൻ്റെ അച്ഛനും മാമനും അവനെ കാണുന്നത്. ഇവർക്ക് വേണ്ടി ഇത്രയും നാളും ശത്രുക്കൾക്ക് മുൻപിൽ ഒരു മുഴുഭ്രാന്തനായി അഭിനയിക്കുകയായിരുന്നു സിദ്ധു. അച്ചുവിനെ ഇത്ര നാളും സ്വന്തം അനിയത്തിയെ പോലെ സംരക്ഷിച്ചിരുന്നത് കണ്ണനായിരുന്നു. മനു പറഞ്ഞത് കേട്ട് കാത്തുവിൻ്റെ കണ്ണൊന്ന് നനഞ്ഞു. അവൾ അലിവോട് അച്ചുവിനെ നോക്കി. ബീച്ചിനോട് ചേർന്നുള്ളൊരു ആഡംബര റിസോർട്ട്. ഒരുപാട് വിദേശികൾ സ്റ്റേ ചെയ്യുന്നിടമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അത്രയ്ക്ക് മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടം. കടലിലേക്ക് മിഴിനട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനടുത്തേക്ക് വേഗത്തിൽ നടന്നെടുക്കുന്ന വെൽ ഡ്രസ്സായ ഒരാൾ. ഭവി.
ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ വീണ്ടും കടലിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭവി, അർജന്റ് കോളാണ്, പ്ലീസ്. അയാളൊന്ന് ഗൗരവത്തോടെ നോക്കി അവൻ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. ഭവിഷ് ഹിയർ. വാർത്തം, എന്നെ എതിർത്ത് എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ. അത്രയും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്ത് അയാൾക്ക് കൊടുത്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, നമ്മൾ തിരികെ പോകുന്നു, ഇന്ന് നൈറ്റ് തന്നെ. എന്തു പറ്റി ഭവി? ഒന്നും മിണ്ടാതെ അവൻ അയാളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അവൻ്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഫോണുമായി തിരികെ നടന്ന അയാളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാ മഹി, നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാ? ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം. ഒന്നും പറയേണ്ട ആനന്ദു, ആ ജയറാമെന്ന് സംസാരിക്കണമെന്ന് കുറേയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞ അയാളോട് സംസാരിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടല്ലോ, അതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണാമെന്ന് പറഞ്ഞേ. നിന്റെ ബിസിനസ്സായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ സംസാരിക്കണം. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും തന്നെ പിന്നത്തേക്ക് വെക്കരുത്. ഓക്കെ തമ്പുരാനെ. ആനന്ദ് പറയുന്നത് കേട്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് മഹാദേവൻ കാറിൻ്റെ കീ കയ്യിലെടുത്തു. സൂര്യ, നീയും സീതയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, അതോ ഇവിടെ തന്നെ നിൽക്കുകയാണോ? വരുന്നെങ്കിൽ വാടാ, വല്ലപ്പോഴുമെങ്കിലും വീട്ടിലൊക്കെ ഒന്ന് വാ. ഹാളിലിരുന്ന് കീത്തുവിൻ്റെയും കിച്ചുവിൻ്റെയും കൂടെ ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്ന സൂര്യനെ സോഫയിലിരുന്ന് പേപ്പർ ചുരുട്ടി എറിഞ്ഞുകൊണ്ടാണ് അയാൾ ചോദിച്ചത്. ഏയ് ഞാനില്ല, ഞാനിവിടെ എൻ്റെ മക്കളുടെ കൂടെ ചില്ലിങ്ങിലാണ്. അല്ലേടാ മുത്തേ? സേട്ടൻ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. കിച്ചുവിൻ്റെ തോളത്തുകൂടെ കൈയിട്ട് സൂര്യൻ പറയുന്നത് കേട്ട് മഹാദേവനൊപ്പം ബാക്കി എല്ലാവരും ചിരിച്ചു പോയിരുന്നു. എങ്കിൽ നീ ഇവിടുന്ന് ചില്ല് ചെയ്യുക, ഞാനും ലക്ഷ്മിയും പോയിട്ട് വേഗം വന്നേക്കാം. എൻ്റെ അനിയത്തി കുട്ടികൾക്ക് എന്തേലും വാങ്ങണോ ഏട്ടൻ പോയിട്ട് വരുമ്പോൾ? രാധികയെയും ജ്യോതിയെയും സീതയെയും നോക്കിയാണ് മഹാദേവൻ അത് ചോദിച്ചത്. എൻ്റെ അമ്മോ, എന്തൊരു പെങ്ങന്മാർ സ്നേഹമാണ് ഈ മഹിയവല്യച്ഛന്. ഞങ്ങൾ 2 ചെറിയ കുട്ടികൾ ഇവിടെ ഉണ്ട്. എങ്കിൽ ഞങ്ങളോട് ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ പുണ്യമെങ്കിലും കിട്ടിയേനെ, അല്ലേടാ കിച്ചു? കീർത്തു പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ നോക്കി. അതെ അതെ, കുട്ടികളോടൊന്നൊരു ബഹുമാനവും ഇല്ല ഇപ്പോൾ ഇവർമാർക്കൊക്കെ. കിച്ചുവിൻ്റെയും കീത്തുവിൻ്റെയും സംസാരം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അപകടങ്ങളൊന്നും അറിയാതെ പരസ്പരം സ്നേഹിക്കുന്ന തിരക്കിലായിരുന്നു അവരെല്ലാവരും.